ഹായ് ഹലോ എവ്രി വൺ ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? എക്സാംസ് ഒക്കെ അടുത്ത് അതിൻ്റെ പ്രിപ്പറേഷൻസിലൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണ വി ആർ ഗോയിങ് ഫോർ ദി സമ്മറി, പിന്നെയാണ് നമ്മൾ ഡിസ്കോഴ്സസിലേക്കൊക്കെ പോകാറ്. ബട്ട് നമ്മൾ ഇത്തവണ വേറൊരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് നിങ്ങൾക്ക് പെട്ടെന്ന്, അതായത് നിങ്ങളിപ്പം സമ്മറീസ് ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും നിങ്ങളുടെ ക്ലാസ്സൊന്നും അല്ലാണ്ട് ഒക്കെ ആയിട്ട് ഒരുപാട് പ്രാവശ്യം നിങ്ങൾ പല പ്രാവശ്യം കേട്ട് നിങ്ങളുടെ കഥകളൊക്കെ നിങ്ങൾക്ക് മേ ബി നിങ്ങളുടെ മനസ്സിൽ മിക്കവാറും തറവായിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇനി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾക്കൊരു 2 ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽസ് നമ്മൾ നോക്കും. അപ്പോൾ അതിൽ നിന്ന് ഹൗ ടു ആൻസർ ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻസ് അതായിരിക്കും നമ്മൾ മേജറായിട്ട് ഈ ഒരു വീഡിയോയിൽ നോക്കുക. ഓക്കെ, അപ്പോൾ പ്ലീസ് ഡു ഷെയർ ദി ലിങ്ക് to all others, let everyone join. അപ്പോൾ നമുക്ക് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഇന്ന ക്വസ്റ്റ്യന് അല്ലെങ്കിൽ ഇത്ര പോയിന്റ്സ് ആണ് വേണ്ടത്, ഇന്ന പോയിന്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാലാണ് മാർക്ക് കിട്ടുക എന്നുള്ളത് നമുക്കറിയാം. അപ്പം നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യും, അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും, എന്തൊക്കെ പോയിന്റ്സ് ആണ് കൂടുതൽ വാല്യുബിൾ ആയിട്ട്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവും. എസ്പെഷ്യലി ദ ഡിസ്കോഴ്സ് പാർട്ട്. നമുക്ക് എപ്പോഴും പ്രശ്നങ്ങൾ വരാറുള്ളത് ഡിസ്കോഴ്സ് പാർട്ടിലാണ് അല്ലേ. ഈ പറഞ്ഞ മാതിരി എന്താണ് ഫോമാറ്റ് എങ്ങനെയാണ് വരിക, കുറേയൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും. ബട്ട് സ്റ്റിൽ യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ലെറ്റർ ആണെങ്കിലും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു എസ്സേ ഒക്കെ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ എഴുതാറുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു സം ട്രാവൽ എസ്സേസ്, എന്താണ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ട്രാവൽ എസ്സേ, അതല്ലെങ്കിൽ വാട്ട് ഇസ് ഇറ്റ് വിത്ത് ഇമെയിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് പോവാം. അതുപോലെ തന്നെ ലൈവ് TV റിപ്പോർട്ട്സ്, സ്പീച്ചുകൾ, ഹൗ ഇസ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ, ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഡിസ്കോഴ്സ് പാർട്ടിൽ പോവാം. അതുപോലെ തന്നെ ഗ്രാമർ പോർഷൻസ്, നിങ്ങളുടെ ഈ ഒരു എക്സാമിന് ഏതൊക്കെ ടൈപ്പ് ഗ്രാമർ പോർഷൻസ് ആണ് വരിക, അത് നമ്മൾ പെർട്ടിക്കുലർലി ഇന്നതെന്ന് പറഞ്ഞല്ല നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് നമ്മൾ മീറ്റ് ചെയ്യും, അതിനെ നമ്മൾ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകും. ഓക്കെ, സോ അപ്പം അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. സോ we are starting. അപ്പോൾ നമുക്കിനി ഏതായാലും അധികം സമയമൊന്നും കളയാണ്ട് നമ്മുടെ സംഭവം സ്റ്റാർട്ട് ചെയ്തേക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആ ഒരു ഫസ്റ്റ് പാർട്ടിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പാർട്ടിൽ നമുക്ക് അറിയാം യൂഷ്വലി ഉള്ള പോലെ തന്നെ നമുക്കൊരു നറേഷനാണ് വരിക. അതായത് ഒരു ഇതുപോലെ തന്നെ ഒരു പാസേജ് തരും. ആൻഡ് ദെൻ ദിസ് പാസേജ് വിൽ ബി ഹാവിങ്, അക്കോർഡിംഗ് ടു ദിസ് പാസേജ് യു വിൽ ബി ഹാവിങ് സം ക്വസ്റ്റ്യൻസ് അല്ലെ, ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിനെ വെച്ചിട്ട് ആൻസർ ചെയ്യണം. അപ്പം അതിൽ ഒന്നാമത്തെ നമുക്ക് വന്നിട്ടുള്ള ഒരു പാസേജിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഇസ്, ഷൽ വി ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. അപ്പം ബാക്കിയുള്ളവരൊക്കെ വേഗം മിസ് ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻറ്റ് പറഞ്ഞു തരുമോ? ഓക്കെ, അപ്പം ഒരു കാര്യം ചെയ്യാം, നമ്മളിതാ ഈ പറഞ്ഞു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് ഡിസ്കസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഏത് ചാപ്റ്ററിൽ നിന്നാണോ. സോ ദാറ്റ് വൺ ഹാസ് ടു ബി ഗിവൻ ഇമ്പോർട്ടൻസ്. മാത്രമല്ല അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എംഫസൈസ് ചെയ്തിരിക്കരുത്, ബിക്കോസ് യു ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ അതർ ചാപ്റ്റേഴ്സ് ടു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇത് തുടങ്ങാം. ഇവിടുത്തെ ആദ്യം നമ്മുടെ ഒരു നറേഷൻ, ആദ്യത്തെ ഒരു പാസേജ് ആണ് തന്നിട്ടുള്ളത്. റീഡിങ് കോംപ്രിഹെൻഷൻ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പം ഇഫ് വൺ ഡസൻ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം. നമ്മൾ എപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ്, നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റത്തെ പാർട്ട് ഇതാണ്, അപ്പോൾ നമുക്ക് വേഗം അങ്ങ് പോകാം. അറ്റ് എനിവേസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ നല്ല വൃത്തിയായിട്ട് വായിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് തന്നെ റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഓക്കെ, അപ്പോൾ സോ ദിസ് ഇസ് നറേഷൻ. ആ നറേഷന് തൊട്ട് മേലെ തന്നെ ഒരു എന്താണ് കൊടുത്തിട്ടുള്ളത്, ഒരു ടൈറ്റിൽ ഇസ് ഗിവൻ, നൗഷാദ് ദ ഹീറോ. If one doesn't help now, then when? We came with nothing and we'll go with nothing, says Naushad, a garment seller at Matancheri in Ernakulam. He has donated all the dress material he was going to sell for Bakrid to flood relief. Okay? And according to a news report, a group of volunteers led by actor Rajesh Sharma were collecting relief material for the Malabar region, and that has suffered widespread damage due to the devastating floods and landslides. Naushad, who knew about the collection drive, invited them to his shop and donated all the new clothes, mostly for women and children. In a video posted online, one can see Naushad filling up sacks and sacks of clothes. Children's dresses, saris, new trousers, many of them still with the tag on. So, നമ്മുടെ എന്താണ് ആ ഫ്ലഡിൻ്റെ ടൈമിൽ വളരെയധികം കേട്ട് നമുക്ക് തറവായിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ന്യൂസാണിത്. അപ്പം ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പാസേജ്. ഇനി ഒരു പ്രശ്നം വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം ഇതിലെ ചില വേർഡ്സ് ഒന്നും ചിലപ്പോൾ കണക്ട് ആയിക്കോണം എന്നില്ല.
അപ്പം ഈവൻ ഇഫ് യു ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് സം ഓഫ് ദി വേർഡ് മീനിങ്സ്, വിഷമിക്കേണ്ട കാര്യമില്ല. യു ഡു വൺ തിങ്, നിങ്ങളുടെ ആ ഒരു സെൻറ്റൻസിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്. അതായത് മുഴുവനായിട്ട് വായിച്ച് നോക്കുമ്പോഴേക്കും യു വിൽ ഗെറ്റ് ഇത് ഒരു പക്ഷേ ഇതായിരിക്കാം അതിൻ്റെ മീനിങ് എന്ന് നിങ്ങൾക്ക് കൺവേഡ് ആയിട്ട് കിട്ടും. സോ അങ്ങനെ വേണം നിങ്ങൾക്ക് അറിയത്തില്ലാത്ത സാധനങ്ങളുടെ മീനിങ്സ് യു ഹാവ് ടു മേക്ക് ദം ക്ലിയർ. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, though Eid would be a dim affair in his house this year, the cloth seller has already lit up his home with the blessings of the people who have lost almost everything. So the first question is, what is the most inspiring aspect of Naushad's act? So what is the most inspiring aspect? എന്താണ് നൗഷാദ് എന്ന് പറയുന്ന ആള് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആസ്പെക്ട് എന്താണ്? ഹിസ് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി, ഒബ്വിയസ്ലി അല്ലേ, അയാളുടെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി തന്നെയാണ്. ആൻഡ് ഹി ജസ്റ്റ് ഡൊണേറ്റഡ് ഓൾ ദി മെറ്റീരിയൽസ് ടു ഫ്ലഡ് റിലീഫ്. അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. ആൻഡ് വാട്ട് കുഡ് വൺ സീ ഇൻ ദ വീഡിയോ പോസ്റ്റഡ് ഓൺലൈൻ? രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് നമ്മൾ നമ്മുടെ ഇതിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. വാട്ട് കുഡ് വൺ സീ, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇൻ എ വീഡിയോ പോസ്റ്റഡ് ഓൺലൈൻ വി കൻ സീ ഓക്കെ, വി ക്യാൻ സീ നൗഷാദ് ഫില്ലിംഗ് അപ്പ് സാക്സ്. അപ്പം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ള അതിൽ നൗഷാദ് ഫില്ല് ചെയ്യുന്ന ഈ ബോക്സസ് ഫില്ല് ചെയ്യുന്ന സാധനമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, then comes the next question. Why do you feel about this act? What do you feel about this act of heroism? എന്താണ് അത്? അവിടെ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഹിസ് കൈൻഡ് നേച്ചർ അല്ലേ, അയാൾ ഭയങ്കര, ഹീസ് ബീങ് വെരി കൈൻഡ്, ഹീസ് കമ്പാഷനേറ്റ്, ഹീസ് ഹാവിങ് സിമ്പതി അല്ലെങ്കിൽ അഫെക്ഷനേറ്റ് ടുവേർഡ്സ് all other beings who are as directed. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, take care, hold fast, you will be safe. Connect these sentences using if. And then second one is, fogs have hidden it from us until then. And the next one is, may I request you to guide me to see the sights there. So begin with the would do. അപ്പോൾ അതിനെ ബിഗിൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ സെൻറ്റൻസസിനെ ഒന്നിനെ പറഞ്ഞിരിക്കുന്നത് കണക്ട് ചെയ്യാൻ വേണ്ടി, ഡിഫ് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ബിഗിൻ വിത്ത് ഇറ്റ് വെച്ചിട്ട് ബിഗിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ, സെവൻത്ത് വൺ, യു ഹാവ് ടു ബിഗിൻ ഇറ്റ് വിത്ത് വുഡ് യു. അപ്പോൾ എങ്ങനെയായിരിക്കും ഫസ്റ്റ് വൺസ് ആൻസർ വരിക? അതായത് ഇഫ് വെച്ചിട്ട് ബിഗിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഇഫ് ക്ലോസ്. സോ ദ ആൻസർ വിൽ ബി, ഇഫ് യു ടേക്ക് കെയർ ആൻഡ് ഹോൾഡ് ഫാസ്റ്റ് യു വിൽ ബി സേഫ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇഫ് ക്ലോസിൻ്റെ ഫസ്റ്റ് ക്ലോസ് റൂളാണ് അതുപോലെ വരുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ വരുമ്പം സിക്സ്ത് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ബീൻ, എങ്ങനെയായിരിക്കും ഉത്തരം വരിക? ഇറ്റ് ഹാസ് ബീൻ ഹിഡൻ ഫ്രം ദി ഫോഗ്. എന്നിട്ടായിരിക്കും നമ്മൾ ബാക്കിയുള്ളത് കൊടുക്കുക. ആൻഡ് അൺടിൽ ദെൻ. ദെൻ കംസ് ദി ലാസ്റ്റ് വൺ, മേ ഐ റിക്വസ്റ്റ് യു ടു ഗൈഡ് മീ ടു ദ സൈഡ്സ് ദർ. അപ്പോൾ വാട്ട് വിൽ ബി ദി ആൻസർ? വുഡ് യു ഹെൽപ്പ് മീ ടു സീ ദി സൈഡ്സ്. ഓക്കെ, എന്നിട്ടായിരിക്കും ആ ഒരു സംഭവം മുന്നോട്ട് പോകുക. നമ്മൾ അത് കൂടുതലായിട്ട് നമുക്ക് വി ഡോണ്ട് ഹാവ് ടു ഗോ ടു ദി ഡീറ്റെയിലിങ്സ്, ബിക്കോസ് നമുക്കത് പറഞ്ഞു നോക്കുമ്പോൾ തന്നെ വിൽ ഗെറ്റ് ആൻ ഐഡിയ. സോ ഓൾ ഓഫ് ദീസ് ക്യാരീസ് 1 മാർക്സ്. അപ്പോൾ ടോട്ടൽ 3 മാർക്സിൻ്റെ സാധനമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓൾ റൈറ്റ്, അപ്പം ഇത്തരത്തിലുള്ള പാറ്റേൺസ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പം നിങ്ങൾ പലപ്പോഴും വിചാരിക്കാറുണ്ടാവും, ഈ ഇഫ് ക്ലോസ് ഒക്കെ ഞങ്ങൾ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഇഫ് ക്ലോസിൻ്റെ യൂസേജ് മനസ്സിലായില്ലേതാ? ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ഇഫ് എന്നാ പറഞ്ഞത്. സോ ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഇഫ് ക്ലോസ്. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട്. Read these lines given below and answer the questions that follow. Okay, some lines, or a poetic poem തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് some questions are also given. Okay, and the first stanza is, and England and Ireland and Scotland and Wales proved to the world their valor never fails. The women and children first was their cry, and every one of the crew stood by. What is the context in which these lines could be placed? അപ്പോൾ ഈ പറഞ്ഞ ഒരു ലൈൻ നമ്മളിപ്പോൾ കേട്ടു, ആ ലൈൻ അവിടെ പ്ലേസ് ചെയ്യാൻ ഉണ്ടായിട്ടുള്ള കോണ്ടെക്സ്റ്റ് എന്തായിരിക്കും? വളരെ നമുക്ക് പരിചയമുള്ള സെൻറ്റൻസസ് ആണ്, ബിക്കോസ് ഏത് ചാപ്റ്ററിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇറ്റ്സ് റിലേറ്റഡ് ടു ദാറ്റ് ടൈറ്റാനിക് ചാപ്റ്റർ അല്ലേ? ടൈറ്റാനിക്കിൻ്റെ ഷിപ്പ്രെക്കാണ് ഇവിടെ എന്താണ് നമ്മുടെ കോണ്ടെക്സ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് തിങ് ഇസ്, ദ വേർഡ് വാലർ ഇൻഡിക്കേറ്റ്സ് ബ്രേവറി, ഫിയർ, ടിമിഡിറ്റി, ഫീബിൾനെസ്. എന്താണ് വാലർ എന്ന് പറയുമ്പോൾ തന്നെ അറിയുന്നവർക്ക് മേ ബി ഫെമിലിയർ ആയിരിക്കും. ഇറ്റ് മീൻസ് ബ്രേവറി, അതായത് ഒരു ഡയർനെസ്, ഒരു ധൈര്യം. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് കംസ്, ഹൗ ഡിഡ് ദ ആക്ട് ഓഫ് ദ ക്രൂ ബിക്കെയിം ഹിസ്റ്റോറിക്? ആ ക്രൂ മെമ്പേഴ്സിൻ്റെ ആക്ട് എങ്ങനെയാണ് ഹിസ്റ്റോറിക് ആയത്? ബിക്കോസ് ദേ ഡിഡ്ന്റ് ഈവൻ കെയർ അബൌട്ട് ദെയർ ഓൺ
ഹെൽത്ത് അല്ലെങ്കിൽ അവരുടെ ജീവനെ പറ്റി അവർ പരിഗണിച്ചില്ല. പകരം എന്ത് ചെയ്തു? ദേ വർ ലൈക്ക് ദേ സ്റ്റാർട്ടഡ് സേവിങ് അതേഴ്സ്. നമ്മൾ ഓൾറെഡി പഠിച്ചു പോയിട്ടുള്ള കാര്യങ്ങളാണ്. Okay, then next comes identify the rhyming words. It's such a simple one. Rhyming words ne namukku kandupidikan prathyekichu buddhimuttugalonulla. Rhyming words in the same rhyme il varuna words aayirikkum. So wails, fails, cry, by. These two are the rhyming words which are placed in this poem. All right. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ പഠിക്കുന്ന പോയംസ് ഒക്കെ വളരെ തറവായിട്ട് പഠിക്കുക. റൈമിംഗ് വേർഡ്സ് ഉണ്ടോ, ഇനി അത് പോയറ്റിക് ഡിവൈസസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം യു ഹാവ് ടു സ്റ്റഡി ദി പോയംസ്. അപ്രിസിയേഷൻ്റെ പേർപ്പസ് മാത്രമല്ല നമുക്ക് അവിടെ വരുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. Okay, then next comes answer all questions in 1 or 2 sentences. Each carries 2 scores. അപ്പോൾ you have to write the answer in 1 or 2 sentence. Okay. The young seagull's parents did not respond to his cries first. Why did they behave so? നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റിലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടായിരിക്കും they didn't respond? പേരൻസ് ആദ്യമേ റെസ്പോണ്ട് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. എന്തായിരിക്കും? What can be the reason? ഓൾറെഡി ഇവൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇവർ വളരെയധികം ഇതൊക്കെ ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഹി ഈസ് നോട്ട് ഏബിൾ. ഈ പേരൻസിൻ്റെ സപ്പോർട്ട് കാരണം ഇവരെ മൈൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വോണ്ട് ഡു എനിത്തിങ്. അതുകൊണ്ട് തന്നെ in order to provide a kind of motivation, വേറൊരു രീതിയിലൊരു മോട്ടിവേഷൻ കൊടുക്കാൻ ഇവരാരും മൈൻഡ് ചെയ്തില്ല എങ്കിൽ ഹി വിൽ ഡു തിങ്സ്. നമുക്ക് എപ്പോഴും അറിയാമല്ലോ, നമ്മൾ പേരൻസിൻ്റെ കീഴിൽ നിന്ന് കഴിഞ്ഞാൽ വിൽ ഫീൽ ലൈക്ക് നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യല്ല, വി ആർ നോട്ട് റെസ്പോൺസിബിൾ. നമ്മൾ തന്നെ ആവുമ്പോഴാണ് വി ബിക്കം റെസ്പോൺസിബിൾ. സോ ഇൻ ഓർഡർ ടു ടീച്ച് ദാറ്റ് റെസ്പോൺസിബിലിറ്റി ദേ ഡിഡ്ന്റ് മൈൻഡ് ഹിം. അപ്പോൾ അതാണ് ആ ബിഹേവിയർ. Then Mr. Gupta told Mrs. Clifford that her son was alive and added that he was well. In fact, it was a lie. Why did he tell this lie? അപ്പം this is a chapter. എന്തുകൊണ്ടാണ് മിസ്സസ് ക്ലിഫോർഡ് അങ്ങനെ ഒരു മിസ്സസ് ക്ലിഫോർഡിൻ്റെ അടുത്ത് why did Mr. Gupta say so? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ബിക്കോസ് മിസ്സസ് ക്ലിഫോർഡ് വാസ് നോട്ട് ഫീലിംഗ് വെൽ. അവർക്ക് അവരുടെ മോനെ പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ അവർ അല്ലെങ്കിൽ ദേ ഫീൽ വെൽ എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഹി വാസ് ആക്ച്വലി മേക്കിംഗ് സച്ച് എ സ്റ്റേറ്റ്മെന്റ് ഈവൻ ദോ ഹി ന്യൂ ദാറ്റ് ഇറ്റ് വാസ് എ ലൈ. ഓക്കെ, ആ ഒരു അമ്മയ്ക്ക് സന്തോഷമായിക്കോട്ടെ, അല്ലെങ്കിൽ അവർ കുറച്ച് നേരം കൂടെ ഒന്ന് സമാധാനമായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഹി ഈസ് ടെല്ലിങ് ദറ്റ് ലൈ. ഓക്കെ, സോ അപ്പോൾ ഈ പറഞ്ഞ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റീഡ് ദ ടെക്സ്റ്റ് thoroughly. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ചോളുക. ഇത് നല്ല രീതിക്ക് ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ഈ കാര്യം നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഹോപ്പ് ദിസ് വൺ ഇസ് ക്ലിയർ ഫോർ യു. നൗ ഷാൽ വി ഗോ ഫോർ ദ നെക്സ്റ്റ് വൺ. So this is the 14th question. It is raining heavily in your area. You're worried about the safety of your friends. Give 3 instructions to your friends to keep themselves free. Okay, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് they are having difficulty, നല്ല മഴ പെയ്യുന്ന ഒരു ഏരിയയിലാണുള്ളത്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒരു സെക്യൂരിറ്റി കൊടുക്കാൻ, അവർക്ക് സം സേഫ് വാർണിംഗ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ യു മേക്ക് യൂസ് ഓഫ് ദീസ് ഫ്രേസസ്. കുറച്ച് ഫ്രേസസ് ബിഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്രേസസ് വെച്ചിട്ട് യു ഹാവ് ടു ഫ്രെയിം ദ സെൻറ്റൻസസ്. ഓക്കെ, ആൻഡ് ഇറ്റ് ക്യാരീസ് 3 മാർക്സ്. ഓരോന്നിനും ഓരോ മാർക്കാണ് അതിന് വരുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് ബെറ്റർ ടു, അപ്പം നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഇറ്റ്സ് ബെറ്റർ ഫോർ യു നോട്ട് ടു ഗോ ഔട്ട്. പുറത്ത് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. യു ക്യാൻ ജസ്റ്റ് പ്ലേസ് യുവർ ഓൺ സെൻറ്റൻസസ്. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. മഴക്കാലത്ത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കാൻ പറ്റുന്ന ഏത് ടൈപ്പ് ഓഫ് അഡ്വൈസസും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ദെൻ യു കുഡ് സ്റ്റേ ഇൻസൈഡ് യുവർ ഹൗസ്. നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും. ദാറ്റ് വുഡ് ബി ബെറ്റർ ഫോർ യു ഗൈസ്. ആൻഡ് ഇറ്റ് ഈസ് അഡ്വൈസബിൾ നോട്ട് ടു ഗോ ഔട്ട് ഡ്യൂറിങ് ഹെവി റൈഡ്. അഡ്വൈസബിളിൻ്റെ ഒക്കെ മീനിങ്, അഡ്വൈസിൻ്റെ മീനിങ് നമുക്കറിയാം, ഉപദേശം അല്ലേ. സോ അഡ്വൈസബിൾ മീൻസ് ഇതായിരിക്കും നല്ലത്. യു ആർ ഗിവിങ് ആൻ അഡ്വൈസ് ലൈക്ക് തിങ്. അപ്പം അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യം ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 3 മാർക്ക് വളരെ നിഷ്പ്രയാസം സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസസുകൾ തന്നെയാണ്. അപ്പം അതിൽ കൂടുതലായിട്ടുള്ള മിസ്റ്റേക്സ് ഒന്നും വരുത്താണ്ട് നിങ്ങളുടെ കോണ്ടെക്സ്റ്റും കൺവേ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ഈസി ഫോർ യു. അപ്പം 3 മാർക്ക് നമുക്ക് ഇവിടെ സ്കോറായി. ഓക്കെ, ദെൻ നെക്സ്റ്റ് കംസ് ദ 15th question. Report this narration in the trip of Leh Horla in your own words for a local newspaper. So the question is like, നിങ്ങൾക്ക് ആദ്യം കാണുമ്പോഴേക്കും റിപ്പോർട്ട് ദിസ് നറേഷൻ എന്ന് പറയുന്നത്. റിപ്പോർട്ട് ദിസ് നറേഷൻ, ഓൾറെഡി യു ആർ ഗെറ്റിംഗ് എ നറേഷൻ. സാധാരണ നമ്മൾ ചെയ്ത് ശീലിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നറേഷൻ നമ്മൾ ചെയ്യാറുണ്ട്, റൈറ്റപ്പ് ചെയ്യാറുണ്ട്. ബട്ട് യുവർ ക്വസ്റ്റൻ ഇസ് ലൈക്ക് റിപ്പോർട്ട് ദിസ് നറേഷൻ. ഇവിടെ ഒരു നറേഷൻ തന്നിട്ടുണ്ട്, അതിനെ റിപ്പോർട്ട് ചെയ്യാം. അപ്പം തന്നെ നമുക്ക് കത്തണം. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ജസ്റ്റ് റൈറ്റിംഗ് സംതിങ്. പകരം നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് യു ഹാവ് ടു
report this. നമ്മുടെ reported speech നമ്മൾ പഠിച്ചത് we have to use it here. Okay, അപ്പം എന്താ റിപ്പോർട്ടഡ് സ്പീച്ചിൽ വി ഹാവ് സം ഫോർമുലാസ്, കുറച്ച് സാധനങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു ഇതിനനുസരിച്ച് വേണം നമ്മുടെ ഈ ഒരു സാധനം റിപ്പോർട്ട് ചെയ്ത് പോകാൻ. അപ്പം ഇറ്റ് ഈസ് ഹാവിങ് 3 marks. ഓക്കെ, അപ്പോൾ ആ ഒരു റിപ്പോർട്ടിങ്ങിൽ നമ്മൾ എന്തൊക്കെ നോക്കണം? ഇഫ് ഇറ്റ് ഇസ് ഇൻ പ്രസന്റ് ടെൻസ് യു ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ഇൻടു പാസ്റ്റ് ടെൻസ്. ഇനി പാസ്റ്റ് ടെൻസിലാണുള്ളതെങ്കിൽ, സിമ്പിൾ പാസ്റ്റിലാണുള്ളതെങ്കിൽ ഇറ്റ് കൺവേർട്സ് ടു പാസ്റ്റ് പെർഫെക്റ്റ്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ദർ ഇൻ past continuous, it is to past perfect continuous. And if it is there in the other 2 past tenses, you don't have to change any things, no change. Okay, and if it is there in will, just change to would. Will, would ആവും, can, could ആവും. ആ കാര്യങ്ങളാണ് നമുക്ക് അവിടെ ഓർക്കാനുള്ളത്. So I hope that is clear for you. ആ റൂൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. Is that rule familiar to all of you? ഈ റൂൾ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി ഇഫ് യു ആർ നോട്ട് ഫെമിലിയർ വിത്ത് ദീസ് റൂൾസ്, പ്ലീസ് ഡു ബി ഫെമിലിയർ. അതായത് ഐ ജസ്റ്റ് ഗോ ത്രൂ ദറ്റ് വൺസ് മോർ. അതായത് ഇഫ് യു ആർ റിപ്പോർട്ടിങ് സംതിങ്, റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രസന്റിലുള്ള സകല സാധനങ്ങളും പാസ്റ്റിലേക്ക് പോകും. അതായത് സിമ്പിൾ പ്രസന്റിലാണ് നിങ്ങളുടെ സെന്റൻസ് കിടക്കുന്നതെങ്കിൽ, അതായത് SORES, S+V1 ഫോമിലാണ് അതുള്ളതെങ്കിൽ, ഇറ്റ് വിൽ ഡയറക്ട്ലി ഗോ ടു S+V2 ഫോം. ഓക്കെ, ED ഫോമിലേക്ക് പോകും, V2 ഫോമിലേക്ക് പോകും. വാട്ട് ഇഫ് ഇറ്റ് ഇസ് ഇൻ പ്രസന്റ് കണ്ടിന്യൂസ്, ഈസ് ഓർ ആം ഓർ R+ING ഫോമിലാണ് ഉള്ളതെങ്കിൽ ഇറ്റ് വിൽ ഗോ ടു വാസ് ഓർ വെർ, അതായത് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് പോകും. അതുപോലെ തന്നെയാണ് എല്ലാം ഫോളോ ചെയ്യുന്നത്. പ്രസന്റിലുള്ളത് എന്താണെങ്കിലും ഇറ്റ് വിൽ ഗോ ടു പാസ്റ്റ്. ഇനി വാട്ട് ഇഫ് ഇറ്റ് ഇസ് ഇൻ പാസ്റ്റ്, ഓൾറെഡി പാസ്റ്റിലാണ് അതിരിക്കുന്നതെങ്കിലോ എന്ത് ചെയ്യും നമ്മൾ? സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് പോകും. അതായത് S+V2 എന്നുള്ള ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ഡയറക്ട്ലി ഗോ ടു, നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാനുള്ളത് S+V2ലാണെങ്കിൽ ഇറ്റ് വിൽ ഗോ ടു S+had+V3. ഇതാണ് നമ്മുടെ സിമ്പിൾ പാസ്റ്റ് ആൻഡ് ഇറ്റ് ഡയറക്ട്ലി ഗോസ് ടു പാസ്റ്റ് പെർഫെക്റ്റ്. ഇനി അതല്ല S+was or were എന്നുള്ള ഫോമാറ്റിലാണെങ്കിലോ ഇറ്റ് വിൽ ഗോ ടു S+had_been+ing ഫോം. had been+ing ഫോമിലേക്കായിരിക്കും ഇത് കൺവേർട്ടഡ് ആയിട്ട് പോവുക. ഇനി നമുക്ക് തീർന്നിട്ടില്ല. പാസ്റ്റിൽ തന്നെ 2 ആൾക്കാരുടെ പെൻഡിങ് ആണ്. വിശാദേ, ഏതൊക്കെയാണ് ഇവിടെ പെൻഡിങ് ആയിട്ടുള്ളത്? വൺ ഇസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്നാണെങ്കിൽ ദർ ഇസ് നോ ചേഞ്ച്. ഇങ്ങനൊരു സാധനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസിയാണ്, ബിക്കോസ് ദർ വോണ്ട് ബി എനി ചേഞ്ച്. ഇനി അതുപോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ, പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിലും there is no particular changes. അപ്പോൾ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ സുഖമാണ്, ബിക്കോസ് യു ഡോണ്ട് ഹാവ് ടു ഗോ ഫോർ എനി ടെൻസ് ചേഞ്ചസ്. ഓക്കെ, അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. വി ആർ നോട്ട് ഗോയിങ് ഡീപ്പ് ഇൻ ടു ഓൾ ഓഫ് ദോസ് തിങ്സ്. അപ്പോൾ നമുക്ക് നോക്കാം. ഹിയർ യു ആർ ഹാവിങ് സം സെൻറ്റൻസസ്. 3 മാർക്കാണ് അതിന് തന്നിട്ടുള്ളത്. At 5 o'clock sharp, I entered the gas works of La Village. The balloon is lying in the courtyard and has the appearance of the cake made of yellow cloth, fat on the ground under a rope. ഓക്കെ, ഇപ്പം ഓരോന്ന് വായിക്കുമ്പോഴും ശ്രദ്ധിക്കുക, വാട്ട് ഇസ് ഇറ്റ്സ് ടെൻസ് എന്നുള്ള കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ മാതിരി ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴേക്കും ഇപ്പം ING, ESAMR+ING ഫോമിലാണെങ്കിൽ ഇറ്റ് ഇസ് ലൈക്ക് വാട്ട്? ഏത് ഫോമുല വരുന്നത്? നമ്മുടെ പ്രസന്റ് കണ്ടിന്യൂസിലാണ്. അപ്പോൾ അത് ഡയറക്ട്ലി പാസ്റ്റ് കണ്ടിന്യൂസിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് എന്തായാലും ഇതൊന്ന് ചെയ്ത് തുടങ്ങിയാലോ? ഫസ്റ്റ് വൺ, at 5 o'clock sharp, I entered the gas works of La Village. അപ്പം ഏത് ടെൻസിലാണ് അത് കിടക്കുന്നത്? അത് തന്നെ വേഗം ഒന്ന് പറഞ്ഞോളൂ. അല്ലെങ്കിൽ ഇതിന് റിപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ്, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ സോ വി കൻ ജസ്റ്റ് ഗോ ലൈക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുമ്പോഴേക്കും എക്സാക്ട്ലി അതുപോലെ തന്നെ പോകണമെന്നില്ല. സോ വി കൻ ജസ്റ്റ് ഗോ ലൈക്ക് എന്താ മോർ പ്രസന്റ്, അതായത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ അവിടെ നറേറ്ററുടെ പേര് നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കണ്ട. വി കൻ ജസ്റ്റ് ഗോ ലൈക്ക് ദ നറേറ്റർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് സെറ്റ് ഔട്ട് ഓൺ ദെയർ ബലൂൺ ജേർണി ഓൺ July 8th. അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് ഈ പറഞ്ഞ മാതിരി ഇത് പറഞ്ഞിട്ടില്ല, ബട്ട് നമ്മൾ പഠിച്ചതിൻ്റെ ലേബലിൽ വേണം നമ്മൾ ഈ പറഞ്ഞ പോലെ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ കറക്റ്റ് റിപ്പോർട്ടിംഗ് സംഭവത്തിലേക്ക് പോകണമെന്നില്ല, നിങ്ങൾ മൂന്നാമതൊരാൾ പറയുന്ന രീതിക്ക് വേണം നിങ്ങൾക്ക് ആ എഴുതുക. ആൻഡ് ദെൻ എങ്ങനെയാണ് അയാൾ പോകുന്നത്, ഈ ഒരു കാര്യം മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. യു ഹാവ് ടു ഗോ ലൈക്ക് വൈസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ലൈക്ക് ദിസ്: ഹി ഗോട്ട് എ ടെലിഗ്രാം മെസ്സേജ് ഫ്രം ദി ക്യാപ്റ്റൻ ആൻഡ് ഹി ഹാസ് ടു റീച്ച് ദർ അറ്റ് പെർട്ടിക്കുലർ ടൈം എന്ന് പറഞ്ഞിട്ട് വേണം യു ഹാവ് ടു ബിഗിൻ. ആൻഡ് ഹീസ് റീച്ച്ഡ് at sharp, he reached sharp 5 o'clock. 5 o'clock in correct etti, and then the balloon was lying. Is lying എന്നുള്ളത്
ദ ബലൂൺ ഈസ് ലൈയിങ് എന്നുള്ളത് മാറ്റി. അതായത് നമ്മൾ ആ മുന്നിൽ ഒരു 2-3 ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്സ് കൂടെ ചേർത്ത്, ബിക്കോസ് യു ആർ റിപ്പോർട്ടിംഗ് ദാറ്റ്. മുന്നേ ഒരു 2-3 സെന്റൻസ് കൂടെ ചേർത്ത് നമ്മളിതാ ബലൂൺ ഈസ് ലൈയിങ് എന്നുള്ളത് മാറ്റി ബലൂൺ വാസ് ലൈയിങ് ഇൻ ദ കോർട്ട്യാർഡ് ആൻഡ് ഹാസ് ദി അപ്പിയറൻസ് ഓഫ് എ കേക്ക് മെയ്ഡ് ഓഫ് യെല്ലോ ക്ലോത്ത് ഫ്ലാറ്റ് ഓൺ ദി ഗ്രൗണ്ട്. ഓക്കെ, ഇവിടെ ഈ ഹാസ് എന്ന് പറയുന്നത് അവിടെ ഒരു ചേഞ്ച് വരുത്താനുണ്ട്. വാട്ട് ഇസ് ദ ചേഞ്ച്? ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹാസ് ഓർ ഹാവ് പ്ലസ് വേർ ഇസ് ഇറ്റ് ദാ ഇവിടെ നമുക്കൊരു ചേഞ്ച് വരുത്താനുണ്ട്. ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഹാസ് മാറിയിട്ട് ഇറ്റ് ജസ്റ്റ് ചേഞ്ച് ടു ഹാഡ്. അതായത് V1 ഫോമിലേക്കുള്ളത് V2 ഫോമിലേക്ക് ആവും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈസ് ഇറ്റ് ഇസ് ചേഞ്ച് ടു വാസ്. ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. റിപ്പോർട്ട് ചെയ്യാണ്, നിങ്ങൾ മൂന്നാമത് ഒരാളുടെ അടുത്ത് പറയുകയാണ്, അതിനെയാണ് നമ്മൾ റിപ്പോർട്ടിംഗ് എന്ന് പറയുക. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ദ 200 or 300 പീപ്പിൾ വേർ ലുക്കിംഗ്. ഇവിടെ 200 or 300 പീപ്പിൾ ആർ ലുക്കിംഗ് എന്നുള്ളത് മാറിയിട്ട് ഇറ്റ് ജസ്റ്റ് ചേഞ്ച് ടു വേർ. പാസ്റ്റിലേക്ക് പോയി. ആൻഡ് സിറ്റിംഗ് ആൻഡ് സ്റ്റാൻഡിംഗ് ആൻഡ് സം ആർ എന്നുള്ളത് മാറിയിട്ട് ഇറ്റ് ജസ്റ്റ് ചേഞ്ച് ടു പാസ്റ്റ് വേർ ആയി. ആൻഡ് ദ ബാസ്കറ്റ് എ നൈസ് ലിറ്റിൽ സ്ക്വയർ ബാസ്കറ്റ് ഫോർ എ ഹ്യൂമൻ കാർഗോ bearing on its side in golden letters on mahogany plate the words leholla. So it's done. കൂടുതലായിട്ട് നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി. പാസ്റ്റിലുള്ളതാണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് പോകണം. ഈസ് അല്ലെങ്കിൽ പ്രസന്റിലുള്ളതാണെങ്കിൽ ഇറ്റ് വിൽ ഗോ ടു പാസ്റ്റ്. അങ്ങനെയാണ് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, വാസായി, ഈസ് വാസായി, അതുപോലെ ആറ് വേറായി. ഇവിടെയും ആ പറഞ്ഞ സെയിം ചേഞ്ചസ്. ഹാസ് ഹാഡായി, V1 V2ലേക്ക് പോയി. ആ ഒരു കാര്യം അവിടെ നിന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി. ഓക്കെ, സോ ഷാൽ വി ഗോ ഫോർ ദ നെക്സ്റ്റ് വൺ? അടുത്തതിലേക്ക് പോയാലോ? ഓക്കെ, സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് വൺ. ദ ഫോളോയിങ് നറേഷൻ കണ്ടെയ്ൻസ് സം എറേഴ്സ്. എഡിറ്റ് ദി നറേഷൻ. അപ്പം നമുക്ക് ഇവിടെ എഡിറ്റ് ദ പാസേജ് ആണ്. അപ്പം നെക്സ്റ്റ് കൈൻഡ് ഓഫ് ഗ്രാമർ പാർട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഗോ ത്രൂ ദിസ്. നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക. ലുക്ക് മൈ ഡിയർ, ഡു യു എവർ in your life see such a absurdly comic creature? A smartly dressed woman, first class passenger on the Ranaganji, about to sail from Liverpool on the long voyage to Calcutta, make this remark in a high, well-bred voice to her companion as they stood before me in the liner's upper deck. So what can be the thing? എന്തൊക്കെയായിരിക്കും അതിൽ വരാനുള്ളത്? Do you ever in your life? It is like do you alla, did you ever in your life? Did, that should be in past tense. Then do is converted to did. And then do you ever, then next comes the next one is smartly dressed women class. And now the Liverpool on a long voyage to Calcutta make this remark. It's not make karanam, already കഴിഞ്ഞു പോയിട്ടുള്ളതാണ്. So make will be converted to past, so it will be like made. Make a made ആയിട്ട് മാറുന്നു. Then what comes make this remark in a high well-bred. Okay, on a high well-bred voice. അപ്പം ആ ഒരു കാര്യത്തിൽ ഒരു മാറ്റം വരും. Sorry, this one in the liners, on the liners upper deck. Okay, and then one more thing, a women എന്നുള്ള പറഞ്ഞ ഒരു സംഭവം വന്നിട്ടുണ്ട്. Dressed women and women രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? MAN ഉം MEN ഉം. ഈ women means lot of women എന്നുള്ളതാണ് അവിടെ ഒരു മീനിങ് വരിക. ഓക്കെ, അതായത് ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. Especially about this word women എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. The mistake is that we are only stating one woman here, a smartly dressed women. ഒരാളെ പറഞ്ഞു A എന്നാ പറഞ്ഞിട്ടുള്ളത്. But here E എന്നാണ് കൊടുത്തിട്ടുള്ളത് just because it is indicating like a group of women. അതുകൊണ്ട് that is wrong. അതിന് പകരം we have to give women AN. Okay, instead of E we have to provide it like AN. So these are the corrections that we have to do in this particular one. Okay, hope you have got it clear. ഇങ്ങനത്തെ സംഭവങ്ങൾ വരികയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇത് പ്രസൻറ്റിലാണോ, ആദ്യം നിങ്ങൾക്കൊരു പാസേജ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രസൻറ്റിലാണോ പാസ്റ്റിലാണോ എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഓക്കെ, എന്നിട്ട് വേണം നിങ്ങളുടെ എഡിറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പോകാൻ. ഓക്കെ, അപ്പം ഒരു കാര്യം ഇവിടെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് നിന്ന് തന്നെ വരുന്നതാണ്. സോ ഇഫ് യു ആർ വെരി ഫെമിലിയർ വിത്ത് യുവർ ടെക്സ്റ്റ്, യു നോ അത് പ്രസൻറ്റിലാണോ പാസ്റ്റിലാണോ, പിന്നെയും കണ്ടുപിടിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് നല്ല മനസ്സിരുത്തി വേണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു പോകാൻ. Okay, so now we'll go for the next question. Okay, answer any of the following questions each in about 60 words. Okay, അപ്പോൾ നമുക്ക് ഇവിടെ 60 വേർഡ്സിൽ എഴുതാനാണ് പറഞ്ഞത്. 4 into 4 marks ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
Imagine that the men of Nabucalevu come to meet the women of Namuana, and they engage in a debate. 4 arguments put forth by the men of Nabucalevu are given herewith. Okay, but Nabucalevu nu vannittulla aalkarade 4 arguments avaru kodutittunde. Yes, we regret that we have done, but it is done to perform a ritual. Why your princess and daughter went along with the coral reef for fishing? Why didn't we know that it was the princess and her daughter? And then, where were you men, and why didn't you try to save the princess and her daughter? Now prepare 4 arguments in favor of the women of Namuana. അതായത് നമ്മുടെ ആ പ്രിൻസസിനെയും ഡോട്ടർ പത്നിയെയും അവളെയും പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള ആ സ്ഥലത്തെ ആൾക്കാരാണ് പറഞ്ഞത്. അവർ പിടിച്ചുകൊണ്ട് പോയതിന് പറ്റിയ ഒരു ന്യായവാദങ്ങളാണ് അവരവിടെ പറയുന്നത്. ആൻഡ് ഹിയർ യു ഹാവ് ടു മേക്ക് ആർഗ്യുമെന്റ്സ്, 4 ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് വിമൻ ഓഫ് നമുവാന. നമുവാനയിലുള്ള സ്ത്രീകൾ പറയാൻ, അവരെ സ്വന്തമായിട്ട് അവരെ ഫേവർ ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് യു ഹാവ് ടു മേക്ക് ഇറ്റ് ഹിയർ. ഓക്കെ, അപ്പം എന്തൊക്കെയായിരിക്കും അവർ പറയാൻ ഉദ്ദേശിക്കുന്ന ആർഗ്യുമെന്റ്സ്? ഇറ്റ് വാസ് ആർ റീജിയൻ. അപ്പം ഇവർക്ക് എന്ത് റൈറ്റ് ആണുള്ളത്? സ്റ്റിൽ ഇറ്റ് ഇസ് വുമൻ, റൈറ്റ്? അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നിങ്ങളുടേതായ പോയിന്റ്സ് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ആർഗ്യുമെന്റ്സ് യു ഹാവ് ടു പ്ലേസ് ഇറ്റ് അപ്രോപ്രിയറ്റ്ലി. ഒരു 4 ആർഗ്യുമെന്റ്സ് ഇതിനെതിരെയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ യു ഹാവ് ഗോട്ട് 4 മാർക്സ്. 4 പോയിന്റ്സ് ആണ്. 4 പോയിന്റ്സ് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ 4 മാർക്ക് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാം. ഓക്കെ, then the next one is, you have witnessed so many natural disasters around you for the last 2 years. When this year these disasters revisited Kerala, you were totally helpless. You were so sad that you opened up your mind, sharing your fears and feelings about it in your personal diary. Prepare that brief diary entry on natural disasters. Now, so this is a question. നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്താ നമ്മുടെ question? You have to prepare a diary entry. അപ്പോൾ ഡയറി എൻട്രി പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമുക്ക് ഓർമ്മ ഉണ്ടാവേണ്ടത് ഫോർമാറ്റ് ഓഫ് എ ഡയറി. അപ്പോൾ എന്തൊക്കെ വേണം? വാട്ട് ഓൾ തിങ്സ് ഷുഡ് ബി ദെയർ ഇൻ എ ഡയറി? ഒരുപാട് പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഡയറി എൻട്രിയിൽ. വാട്ട് ഓൾ തിങ്സ് ഷുഡ് ബി ദെയർ? 1 ഡേ ഷുഡ് ബി ദെയർ. ആദ്യം ഏത് ഡേയിലാണ് നിങ്ങൾ ഡയറി എഴുതുന്നത്? ഡേറ്റ് ക്യാൻ ഓൾസോ ബി മെൻഷൻ, ദെൻ ദ ടൈം, അറ്റ് വാട്ട് ടൈം. ഏതായാലും രാവിലെ ഇരുന്നാലും നമ്മൾ ഡയറീസ് ഒന്നും എഴുതാറില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആയിരിക്കും നമ്മൾ വിൽ ബി പ്ലേസിങ് അല്ലെങ്കിൽ വിൽ ബി റൈറ്റിംഗ് ദ ഡയറീസ്. ഓക്കെ, പിന്നെ ഡയറി എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾറെഡി ഫിനിഷ്ഡ് ഡൂയിങ് ഓൾ ദീസ് ആക്ടിവിറ്റീസ്. അപ്പം അത് എന്തിലായി? പാസ്റ്റ് ടെൻസിലായി. നിങ്ങൾ ഒരിക്കലും പ്രസന്റ് ടെൻസിൽ നിങ്ങളുടെ ഡയറീസ് എഴുതില്ല. ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് നമ്മൾ എഴുതുക. സോ യൂസ് പാസ്റ്റ് ടെൻസ് ഓൾവേസ് വെൻ യു ആർ റൈറ്റിംഗ് യുവർ ഡയറി. ഓക്കെ, അപ്പോൾ ഇവിടെ ഡയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റു അവിടെ പോയി ഇവിടെ പോയി ഉള്ള ഡയറി അല്ല നമുക്ക് വേണ്ടത്. ഇറ്റ് ഷുഡ് ബി റിഗാർഡിംഗ് ദ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. എന്താ വാട്ട് ഇസ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്? 2 types of disasters are there. One is natural disaster and the other one is man-made. The difference between both of them? One, it is caused by nature itself, and the other one man-made ആണ്. മനുഷ്യന്റെ പ്രവർത്തികൾ കാരണം കൂടുതലായിട്ടും ഉണ്ടാവുന്ന ഡിസാസ്റ്റേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം എന്തെങ്കിലും ഒരു ഫാക്ടറിയിൽ എന്തെങ്കിലും ഒരു സ്ഫോടനം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ മാൻ മെയ്ഡ്, മനുഷ്യ പ്രശ്നങ്ങളിൽ നിന്നുണ്ടാവുന്നതാണ്. ഇൻ കേസ് ഓഫ് എൻ എർത്ത് ക്വേക്ക് അല്ലെങ്കിൽ ഒരു ഫ്ലഡ്, അതൊക്കെ ഒരു ലാൻഡ് സ്ലൈഡ്, ഇതൊക്കെ പ്രകൃതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നതാണ്. സോ ദാറ്റ് ഇസ് എ നാച്ചുറൽ ഡിസാസ്റ്റർ. സോ യുവർ ഡയറി ഷുഡ് ഹാവ് ദ ഇമോഷൻസ് ഓഫ് എക്സ്പീരിയൻസിങ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ അനുഭവിച്ചിട്ടുള്ളവരാണ്. ഫ്ലഡ് നമ്മൾ അനുഭവിച്ചു, ആൻഡ് വി ഹാവ് ലോട്ട് ഓഫ് അതർ തിങ്സ്, ലാൻഡ് സ്ലൈഡുകളും ഒക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. സോ വിത്ത് ദാറ്റ് റിഗാർഡ് നമ്മൾ ഇതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇമോഷൻസും കൂടെ വെച്ചിട്ട് വേണം നമ്മളുടെ ഈ പറഞ്ഞ ഡയറി എൻട്രീസ് മുന്നോട്ട് പോകാൻ. അല്ലാണ്ട് നിങ്ങൾ രാവിലെ എഴുന്നേറ്റു അല്ലെങ്കിൽ എൻ്റെ ഇങ്ങനെയായിരുന്നു, ഞാൻ അവിടെ പോയി ഇവിടെ പോയി ഞാൻ പഠിച്ചു എന്നുള്ള ഒരു സാധനമല്ല നമ്മുടെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ വരേണ്ടത്. ഓക്കെ, ഒരു ഇമോഷണൽ ടച്ച് ആ ഒരു ഡയറിക്ക് ഉണ്ടാവണം. കാരണം വി ഹാവ് ഓൾറെഡി ഫേസ് സച്ച് എ സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ഒരു സംഭവം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് ഓൾസോ ഫോർ 4 marks. പോയിന്റ്സ് ഷുഡ് ബി ദർ. വെറുതെ എന്തെങ്കിലും വാരി വലിച്ച് എഴുതി വെച്ചിട്ട് കാര്യമില്ല. That emotional content should be there, and then the remarks about this natural disasters, that should also be there with it. Okay, I hope that one is clear for you. Shall we go for the next one? Okay, so this is the next one. As a tourist guide, you have been asked to take a group of foreign tourists to a beach near your locality. Prepare a short introductory speech to the tourists, projecting the specialities of the beach. Okay, so this is the thing.
such an interesting one. അല്ലേ, നമുക്ക് സാധാരണഗതിയിൽ എപ്പോഴും നമ്മൾ വി ആർ റിയലി ബോർഡ് വിത്ത് ഫോർമൽ ലെറ്റേഴ്സ് ഫോർമൽ എസ്സേസ്, ബട്ട് ദിസ് ഇസ് ആക്ച്വലി ആൻ ഇൻട്രസ്റ്റിംഗ് വൺ. എന്താ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്? യു ആർ ടേക്കിംഗ് ഗ്രൂപ്പ് ഓഫ് ടൂറിസ്റ്റ്, കുറച്ച് ടൂറിസ്റ്റുകളെ നിങ്ങൾ ഒരു ബീച്ചിലേക്ക് എടുക്കുകയാണ്. അവരെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യിക്കുന്ന രീതിയിൽ വേണം നിങ്ങളുടെ ആ ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ച്. അപ്പം നിങ്ങൾ യു ഹാവ് സീൻ ദറ്റ് മൂവി, ഐ ഫോർഗോട്ട് ദറ്റ് മൂവി, ഓക്കെ, ലെറ്റ് ഇറ്റ് ബി, നമ്മുടെ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു ഫിലിമായിരുന്നു പുള്ളിപ്പുലികൾ മാട്ടിൻകുട്ടികൾ, റൈറ്റ്? അപ്പോൾ അവിടെ അവർ ആ ഹൗസ് ബോട്ടിലേക്ക് ആൾക്കാരെ എത്തുമ്പോഴേക്കും ദേ ആർ മേക്കിംഗ് സം സ്റ്റേറ്റ്മെൻറ്റ്സ്. അവിടെ അങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ്, സോ ദിസ് ഇസ് വെരി നൈസ്. അവിടുത്തെ ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞിട്ടായിരിക്കും ദേ ആർ മേക്കിംഗ് ദറ്റ് ഇൻട്രൊഡക്ടറി സ്പീച്ച്, അല്ലേ? അപ്പം കേൾക്കുമ്പോൾ തന്നെ ഇറ്റ് ഷുഡ് ബി വെരി അട്രാക്റ്റീവ് ആൻഡ് ഇറ്റ് ഷുഡ് കം ദ ഐഡിയാസ് ടു ദ ഹിയറേഴ്സ്. പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണ്, അപ്പം അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ വെൻ യു ആർ മേക്കിംഗ് സച്ച് ആൻ ഇൻട്രൊഡക്ടറി സ്പീച്ച്, നല്ലൊരു ഗ്രീറ്റിങ്ങോടെ വേണം തുടങ്ങാൻ. എസ്പെഷ്യലി ടൂറിസ്റ്റുകളാണ്, യു ഷുഡ് ജസ്റ്റ് എന്താണ് നമ്മുടെ കൾച്ചറൊക്കെ നമ്മൾ അതിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. പിന്നെ അവർക്ക് പറ്റുന്ന അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റിന് പറ്റുന്ന രീതിക്കുള്ള സംഭവങ്ങൾ വി ഹാവ് ടു പ്ലേസ്. ആൻഡ് ദെൻ ഇറ്റ് ഷുഡ് ബി പ്രിസൈസ്. കാര്യങ്ങൾ പെട്ടെന്ന് കൺവേ ചെയ്ത് എത്തുന്ന രീതിക്ക് വേണം നമ്മുടെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ. ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് ദ ഡീറ്റെയിലിങ്സ്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ ഡീറ്റെയിലിങ്സ് വളരെ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യണം, അട്രാക്റ്റീവ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ടൂറിസ്റ്റുകൾ, അല്ലെങ്കിൽ ഒരു വളരെ ബോറിംഗ് ആയിട്ടുള്ള പ്ലേസിലേക്ക് ഒരിക്കലും ടൂറിസ്റ്റുകൾ ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഇൻട്രോഡക്ടറി സ്പീച്ച് ഫോർ ദ ടൂറിസ്റ്റുകൾക്കുള്ള ഇൻട്രോഡക്ടറി സ്പീച്ചിനെ പറ്റിയിട്ടായിരുന്നു. സോ എന്തൊക്കെ പോയിന്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ദ മേജർ തിങ് ഇസ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി അട്രാക്റ്റീവ്. നമ്മളുടെ മേജർ ആയിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ എന്താണോ അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്, ആ സാധനങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഷാൽ വി ഗോ ഫോർ ദ നെക്സ്റ്റ് വൺ? അപ്പോൾ നമുക്കിപ്പം വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദി ഫോമാറ്റ് ഓഫ് ഡയറി, ദെൻ ദിസ് ഇൻട്രോഡക്ടറി സ്പീച്ച്. Then next comes the next one. Bring out the meaning of the following lines of the poem Sunrise on the Hills in your own words. Okay? അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനില്ല, because we have already studied the sunrise on the hills. And ഇവിടെ I stood upon the hills when heaven's wide arch was glorious with the sun's returning march, and woods were brightened and soft gales went forth to kiss the sun-clad vales. എന്തായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? സണ്ണ് റൈസ് ചെയ്ത് വരുന്ന ടൈമിലെ നമ്മൾ മെയിനായിട്ട് കാണുന്ന സീനറീസ് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ വെയിൽസ് എന്ന് പറയുന്ന ആളെന്താ? ഇറ്റ്സ് എ വാലി. നല്ല ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് വെയിൽസ് എന്നിട്ട് കൊടുത്തതാണ്. നമ്മുടെ വാലീസില്ലേ, മറ്റേ മല, കുന്നും മലയുള്ള സാധനങ്ങൾ, ഇവിടെയാണല്ലോ സൂര്യൻ ഉദിച്ചു വരുന്നത്. നമ്മുടെ പണ്ടത്തെ
പിക്ചർ ഫോമാറ്റ്. അപ്പോൾ ദാ ഇതിലേക്കൊക്കെ പയ്യെ പയ്യെ സൂര്യൻ ഉദിച്ചു വരുന്ന ഇവിടേക്കൊക്കെ സൺ റേസ് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെ സൂര്യൻ ഉദിച്ചു വന്ന് എങ്ങനെ അതിൻ്റെ പ്രകാശം മറ്റുള്ളതിലേക്കൊക്കെ എത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു ലൈൻസ് ഒക്കെ മീൻ ചെയ്യുന്നത്. ഇനി എങ്ങാനും ഇതൊന്നും അറിയത്തില്ലാതെ പോയി കുറേ സാധനങ്ങളൊക്കെ ദാ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കുറേ വേർഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, ഇതൊന്നും അറിയില്ല, ഈ സാധനം തന്നെ അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് വെക്കരുത്. കുറേ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കോംപ്രിഹെൻഡ് ചെയ്തൊന്ന് വായിച്ചെടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എൻ ഐഡിയ. സോ ഡോണ്ട് ജസ്റ്റ് സിറ്റ് ലൈക്ക് യു ഡോണ്ട് നോ നത്തിങ്. We are in +1, so we should have an idea while reading all these things. Okay, so that's it. Now we are moving on to, this is also having 4 marks. Next one, prepare the draft of a letter to your friend from the fisherman community, thanking him to his community for their services rendered during the time of the recent floods in Kerala. So this is a letter format. Letter to your friend from the fisherman community. So you are writing a letter, and this is what specially mentioned cheyidittunde. What is the speciality of this letter? Is it a formal one? No. You are writing that to a friend, so it is an informal letter. അപ്പോൾ എന്ത് കേട്ടാലും അത് എന്താന്നുള്ള സാധനം പെട്ടെന്ന് കത്തിക്കോണം. ഓക്കെ, 4 മാർക്കിൻ്റെ സാധനമാണ്. അപ്പോൾ ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോമാറ്റ് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഓൾറെഡി നമുക്ക് അറിയുന്നതാണ് ഫോർമൽ ലെറ്റർ ആൻഡ് ഇൻഫോർമൽ ലെറ്റർ. ഈ പറഞ്ഞൊരു കോളം ഇറ്റ്സ് എ മസ്റ്റ് തിങ്. ഇവിടെ ഫ്രം അഡ്രസ് നമ്മൾ പ്ലേസ് ചെയ്യുക. ഫ്രം അഡ്രസ് ഷുഡ് ബി ദർ. ഈ ഫ്രം അഡ്രസ് എന്ന് പറയുമ്പോൾ യു ഡോണ്ട് ഹാവ് ടു പ്ലേസ് യുവർ നെയിം. അവിടെ നെയിം ദെൻ അഡ്രസ് എന്നുള്ളൊരു സാധനം അവിടെ പ്ലേസ് ചെയ്യണം എന്ന് ഇല്ല. നെയിം ഇല്ലാണ്ട് അഡ്രസ് ആൻഡ് പ്ലേസ് മാത്രം കൊടുത്താലും മതി. ദാറ്റ് ഇസ് ഓൾസോ റൈറ്റ്. ദെൻ നെക്സ്റ്റ് കംസ് ഡേറ്റ്. ഡേറ്റ് ഷുഡ് ബി പ്ലേസ്ഡ്. ദെൻ നെക്സ്റ്റ് കംസ് സല്യൂട്ടേഷൻ. ഇപ്പം നമ്മൾ ഡിയർ ഫ്രണ്ട്, ഒരു പേരുണ്ടാവും, ഡിയർ ഫ്രണ്ട് കൊടുത്തു. നമ്മുടെ നെക്സ്റ്റ് കോണ്ടന്റ് അങ്ങനത്തെ ഒരു 1-2 ലൈൻസിൽ വിൽ ബി പ്രൈസിങ് ഇറ്റ് ആസ് ദി ഇൻട്രോ പാർട്ട്. നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ നമ്മളൊരു ഇൻട്രോ കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് അടുത്ത 2 ലൈൻസിൽ കോണ്ടന്റ് പാർട്ട് കൊടുക്കുക. നമ്മൾ എന്താണോ പറയുന്നത്, നമ്മൾ താങ്കിങ്ങിനാണ് പേർപ്പസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഞാൻ ഇന്നതിന് വേണ്ടിയിട്ടാണ്, താങ്ക് ചെയ്യാണ്, നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കോണ്ടന്റ് പ്ലേസ് ചെയ്യാം. ദെൻ ലാസ്റ്റ് നമുക്ക് എന്തുകൂടെ കൊടുക്കാം, ഒരു കൺക്ലൂഷൻ കൊടുക്കാം. അതായത് ഹോപ്പ് യു വിൽ റിപ്ലൈ, അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ടിരിക്കും, അല്ലെങ്കിൽ കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൺക്ലൂഡിങ്. ഐ വോണ്ട് സേ ഇത് നിങ്ങൾ ഭയങ്കര വലിയ പാരഗ്രാഫ്സ് ആയിട്ട് പോകണമെന്നൊന്നുമില്ല. ഈ പറഞ്ഞ ഇൻട്രോയും അതുപോലെ കൺക്ലൂഷനൊക്കെ ഒരു ലൈനിലൊക്കെ നമുക്ക് ചുരുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ഫൈനലി ടുവേർഡ്സ് ദി മാർജിൻ ലാസ്റ്റ് യുവേഴ്സ് ലവിംഗ്ലി എന്ന് സ്നേഹപൂർവ്വം നിങ്ങളുടെ നീ. ഓക്കെ, അപ്പം ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം പലപ്പോഴും നമ്മളിതാ ഈ ഒരു മൂലയ്ക്ക് എഴുതാറുണ്ട്. So please do not think that all these informations from ആവട്ടെ, ഡേറ്റ് ആവട്ടെ, സല്യൂട്ടേഷൻ ആവട്ടെ, ലാസ്റ്റിൽ ഈ ഒരു സംഭവം ആവട്ടെ, സബ്സ്ക്രിപ്ഷൻ പോലുള്ള സാധനം ആവട്ടെ, ഇതെല്ലാം ഇറ്റ് ഇസ് നിയർ ടു ദി മാർജിൻ. ഓർത്ത് വെച്ചോളൂ, അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളൂ. ഇറ്റ് ഇസ് നിയർ ടു ദിസ് മാർജിൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾസോ സെറ്റ്. നിങ്ങൾ കോണ്ടന്റ് എഴുതുമ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അല്ലാണ്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സാധനം അല്ല. യു ആർ റൈറ്റിംഗ് ലെറ്റർ ടു യുവർ ഫ്രണ്ട് ഹു ഇസ് ഇൻ ദാറ്റ് ഫിഷർമാൻ കമ്മ്യൂണിറ്റി. ആ ഒരു പേർപ്പസ് വെച്ചിട്ടാവണം നിങ്ങളുടെ കോണ്ടന്റ് അവിടെ പ്ലേസ് ചെയ്യാൻ. ഓക്കെ, ഫോമാറ്റ് എഴുതി കഴിഞ്ഞാൽ തന്നെ ഹാഫ് ഓഫ് യുവർ ഡ്യൂട്ടി ഈസ് ഓവർ. ഓൾ റൈറ്റ്, സോ ഷാൽ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ? ഓക്കെ, so the next one is, inspired by the poem Sunrise in the Hills, you visited one of the places near your locality famous for its natural beauty, and briefly share the experience with your English teacher through an email. So you have this email writing നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ല, നമ്മുടെ ഫോണിലൊക്കെ അല്ല, ഇപ്പം നമ്മളിപ്പോൾ എല്ലാം ഇപ്പോഴും നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പം യൂഷ്വലി നമുക്ക് വളരെ കോമൺ ആയിട്ട് പണ്ടൊക്കെ ഇമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വാസ് സച്ച് എ ബിഗ് വൺ, ഭയങ്കര ഡിമാൻഡ് കൂടിയൊരു സാധനമാണ്. ബട്ട് നൗ വി കാഷ്വലി സെൻഡ് ചെയ്യാറുള്ള സാധനങ്ങളാണ് ഇമെയിൽസ് ഒക്കെ. ഇമെയിൽസിലപ്പം ശ്രദ്ധിക്കാനുള്ളത് ഫ്രം ആൻഡ് ടു ഷുഡ് ബി ദർ. ഫ്രം ആൻഡ് ടു ഷുഡ് ബി ദർ. ആ ഒരു ഫ്രമും ടൂവും അവിടെ പ്ലേസ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്, ഫ്രമും ടൂവും കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഹാവ് ടു പ്ലേസ് ദി സബ്ജക്റ്റ് പ്ലേസ് ചെയ്യുക. നമ്മുടെ കോണ്ടന്റ് ഭാഗത്തേക്ക് നമുക്ക് പോവാം. പിന്നെ ഒരു കാര്യം ഈ ഫ്രമ്മിലും ടൂവിലും ശ്രദ്ധിക്കാനുള്ളത്, ഇറ്റ് ഷുഡ് ബി എ മെയിൽ അഡ്രസ്, അതായത് .com, www.com, ഒരു .com, അതായത് ഒരു ജിമെയിൽ അഡ്രസ്സിലായിരിക്കണം നമ്മുടെ ഈ ഫ്രമും ടൂവും നമ്മൾ പ്ലേസ് ചെയ്യുക. അല്ലാണ്ട് ഒരു മനുഷ്യൻ്റെ ഒരു അഡ്രസ്, നോർമൽ അഡ്രസ് കൊടുത്തിട്ടല്ല നമ്മൾ പ്ലേസ് ചെയ്യുക. ഇറ്റ് ഷുഡ് ഹാവ് എ ജിമെയിൽ അക്കൗണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അക്കൗണ്ടിലേക്കാണ്, ഒരു മെയിലിലേക്കാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്.
So you have to note that particular thing. ബാക്കിയൊക്കെ നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡയറി ലെറ്റർ ഫോമാറ്റിലാണ് പോവുക. ടുവേർഡ്സ് ദി എൻഡ് വി ഹാവ് ടു മേക്ക് ദാറ്റ് നിങ്ങളുടെ സ്വന്തം എന്ന് പറഞ്ഞിട്ടാണ് യു വിൽ ബി മേക്കിംഗ് ദാറ്റ് പെർട്ടിക്കുലർ വൺ. യുവേഴ്സ് ടീച്ചറിനാണ് ലെറ്റർ എഴുതുന്നത്, സോ യു ഹാവ് ടു ഗോ ലൈക്ക് വൈസ്. അപ്പം ഈ ഒരു കാര്യം .com അതായത് ഇമെയിൽ അഡ്രസ്സിലേക്കാണ് അയക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക. All right, so we'll move on to the next one, and the next one is answer any 4 questions each in about 80 words. അപ്പം മാർക്ക് കുറച്ചുകൂടി കൂടി, it is having 6 marks. ഇതുവരെ നമ്മൾ ആൻസർ ചെയ്തുകൊണ്ടിരുന്നത് 4 മാർക്സിലുള്ളതായിരുന്നു. So the drama club of your school has decided to present a play based on Fijian legend of Tinacoba and Rhodolis. And suppose you are assigned to write the script of the play. Prepare a brief description of the Fijian legend as if narrated by Tinacoba for the play. അപ്പോൾ നിങ്ങൾക്ക് ഒരു നറേഷൻ പോലൊരു സംഭവമാണ് വന്നിട്ടുള്ളത്. നറേറ്റ് ചെയ്യുക, അതായത് നമ്മൾ മറ്റേ ആ ഒരു സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കണ്ടാവോ എന്ന് പറയുന്ന ആ ഒരു പാഠത്തിൽ പഠിച്ചിട്ടുള്ള ഒരു ഫിജിയൻ ലെജൻഡാണ്. അവിടെ ആ ഒരു ലെജൻഡ്, ആ ഒരു സ്റ്റോറീനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ഫുൾ പരിപാടി, ആ ഒരു ഫുൾ സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. അപ്പം ആ ഒരു ലെജൻഡിനെ, ആ ഒരു കഥയെ ബേസ് ചെയ്തിട്ട് യു ഹാവ് ടു പ്രിപ്പയർ എ നറേഷൻ. യു ആർ നറേറ്റിംഗ് ദാറ്റ്. നിങ്ങളൊരു പുറത്തുനിന്നുള്ള ഒരാളാണ്, യു ആർ നറേറ്റിംഗ് ദാറ്റ് പെർട്ടിക്കുലർ തിങ്. അപ്പം ആ കഥ നന്നായിട്ട് അറിയിരിക്കണം. അതിനെ നറേറ്റ് ചെയ്യാൻ ഒരു തേർഡ് പേഴ്സൺ, പുറത്തുനിന്നുള്ള ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ നിങ്ങൾ നറേറ്റ് ചെയ്ത് പോവാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ സ്റ്റോറീസ് വളരെ കൃത്യമായിട്ട് അവിടെ പ്ലേസ് ചെയ്യണം. ക്യാരക്ടേഴ്സ്, സെറ്റിംഗ് എന്താണ് പറയുന്നത്, എങ്ങനെയാണ് ക്യാരക്ടേഴ്സ് ഫോം ചെയ്തിട്ടുള്ളത്, എന്താണ് കഥയുടെ കോണ്ടെക്സ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് നമ്മുടെ നറേഷനിൽ മെൻഷൻ ചെയ്തിരിക്കണം. സോ ദാറ്റ് ഈസ് അബൌട്ട് നറേഷൻ. ഓക്കെ, നറേഷൻ അത് മാർക്കുകൾ മെയിനായിട്ട് വരുന്നത് ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ്. ഏതൊക്കെ ഐഡിയാസ് ആണ് നിങ്ങൾ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് കംസ് ക്ലാരിറ്റി ഓഫ്, നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ ക്ലാരിറ്റി. ആ ക്ലാരിറ്റി നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ദെൻ നിങ്ങളുടെ ലാംഗ്വേജിൻ്റെ ക്വാളിറ്റി. ദെൻ നെക്സ്റ്റ് കംസ് റെലവൻസ്. നിങ്ങൾ എത്രത്തോളം റെലവൻ്റ് ആയിട്ടാണ് ഈ പറഞ്ഞ സംഭവം നറേറ്റ് ചെയ്ത് പോകുന്നത്. ഈ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സിനാണ് നിങ്ങൾക്ക് അവിടെ മാർക്ക് വീഴുക. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ചാപ്റ്റർ വളരെ നന്നായിട്ട് അറിയിരിക്കണം. ചാപ്റ്റർ എന്താണ്, അല്ലെങ്കിൽ ആ ഫിജിയൻ ലെജൻഡ് എന്താണെന്ന് അറിയാത്തവർക്ക് യു വോണ്ട് ബി ഏബിൾ ടു റൈറ്റ് ദാറ്റ്. 6 മാർക്ക് ഷൂ എന്ന് പറഞ്ഞങ്ങോട്ട് പോകും. ഓക്കെ, സോ പ്ലീസ് ഡു ടേക്ക് കെയർ ഓഫ് ദോസ് തിങ്സ്. ഇനി നെക്സ്റ്റ് കംസ് ദ ക്വസ്റ്റ്യൻ. The SSLC exam is nearing. Most of the students of your school lack the confidence, especially in appearing for the English examination. നമ്മുടെ വിഷയമാണ്. You as a secretary of the English club is asked to motivate your little brothers and sisters with a short motivation speech. Prepare the draft of the speech to be presented there. അപ്പോൾ ദാ നമ്മുടെ ഫോമാറ്റ് മനസ്സിലാക്കുക. നമ്മുടെ ഡ്യൂട്ടി എന്താ, നമ്മുടെ ടാസ്ക് എന്താ? ടു റൈറ്റ് എ സ്പീച്ച്. സ്പീച്ച് എഴുതാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. So we do have a format for the speech. ആദ്യം ഒരു സ്പീച്ച്, ഈവൻ ഇഫ് ഇറ്റ് ഇസ് നമ്മുടെ വേറൊരു പേർപ്പസ് മോട്ടിവേഷണൽ സ്പീച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വി ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് എ ഗ്രീറ്റിംഗ്. ഒരു ഗ്രീറ്റിംഗ് ഷുഡ് ബി ദ. ദെൻ നെക്സ്റ്റ് കംസ് റെസ്പെക്റ്റഡ്. നമ്മൾ ആ ഒരു സല്യൂട്ടേഷൻ പാർട്ടുണ്ടോ, ആൾക്കാർ അവിടെ ഇരിക്കുന്നവരെ ഒന്ന് ഡ്രസ് ചെയ്യുക. ദെൻ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് എ മോട്ടിവേഷൻ സ്പീച്ചാണ്. അതുകൊണ്ട് തന്നെ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് എ കോട്ട്. ഒരു കോട്ട് വെച്ചിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ നമ്മൾ ഗ്രീറ്റിംഗ് കൊടുത്തു, ദെൻ നെക്സ്റ്റ് കംസ് സല്യൂട്ടേഷൻ, സ്റ്റേജിലും അല്ലെങ്കിൽ സൈഡിലും ഒക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരെ. ദെൻ അടുത്തത് നമ്മൾ മോട്ടിവേഷൻ സ്പീച്ച് ഒക്കെ ആകുമ്പോഴേക്കും ഒരു കോട്ടൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി മച്ച് മോർ ബെറ്റർ. കാരണം ഒരു സ്പീച്ചാണ്, എസ്പെഷ്യലി ഒരു മോട്ടിവേഷണൽ സ്പീച്ചാണ്. അപ്പം ഇഫ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ കോട്ട്, ഇറ്റ് ഇസ് വെൽ ആൻഡ് ഗുഡ്. ഓക്കെ, ദെൻ യു ഹാവ് ടു പ്രസന്റ് ദി ഐഡിയാസ്. അപ്പോൾ ആദ്യം ഒരു ചെറിയൊരു ഇൻട്രോ വെച്ച് വേണം. ആദ്യമേ തന്നെ എൻ്റെ ടോപ്പിക് ഇതാണെന്ന് പറഞ്ഞല്ല നമ്മൾ തുടങ്ങുക. ജസ്റ്റ് ഒരു ഇൻട്രോ, ഈ ഒരു കോട്ടിലൂടെ നമ്മുടെ ടോപ്പിക്കിലേക്ക് മെല്ലെ വരിക. ആൻഡ് ദെൻ വി ഹാവ് ടു ഗോ ഫോർ ദി കോണ്ടന്റ്. എന്തൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വേർ ഡു വി നീഡ് കോൺഫിഡൻസ് ഓർ മോട്ടിവേഷൻ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് യു ക്യാൻ മെൻഷൻ യുവർ പോയിന്റ്സ്. നിങ്ങളുടെ ഓരോ പോയിന്റ്സും നമ്മുടെ ഈ സ്പീച്ച് പോകുന്നതിനനുസരിച്ച് പ്രസൻറ്റ് ചെയ്യാം. ദെൻ കൺക്ലൂഡ് ഇറ്റ് അപ്രോപ്രിയേറ്റ്ലി. പെട്ടെന്ന് ഇത്രയേ ഉള്ളൂ എൻ്റെ പ്രോഗ്രാം, ഞാൻ നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. ആ ഒരു കോണ്ടെക്സ്റ്റിൽ പയ്യെ വന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് താങ്കിങ് എവ്രിബഡി ഫോർ യുവർ പ്രസൻസ് ഓർ ഫോർ യുവർ പേഷ്യൻസ് എന്ന് പറഞ്ഞിട്ടാണ് യു ആർ ഫിനിഷിംഗ് ദറ്റ് സ്പീച്ച്. ഓൾ റൈറ്റ്, so hope that one is also clear for you guys. And shall we go for the next one? So this is a speech, motivational ആണ്. അതുകൊണ്ടാണ് we just begin with a quote. ബാക്കിയുള്ളതിനും quotes ഒക്കെ യൂസ് ചെയ്യാം, but still this will have an extra effect. All right, next comes heroes are people who act selflessly and silently at the moment of crisis. Prepare a write-up about the character of Hasan, the Sarang of Ranaganji, and the light of the statement given above.
സോ ഇപ്പോൾ ആദ്യമേ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ്സ് സച്ച് എ നൈസ് കോട്ട്. അതായത് മനുഷ്യനെ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് ആരെയും വലിയ പൊങ്ങച്ചൊന്നും പറയേണ്ട അവനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ദ റിയൽ ഹീറോ എന്ന് പറയുന്നത്. സോ അത് നമ്മുടെ ഹസൻ എന്ന് പറയുന്ന ആ ക്യാരക്ടർ ജറാങ് ഓഫ് രണഗഞ്ചി അദ്ദേഹത്തിന്റെ ക്യാരക്ടർ സ്കെച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് പ്ലേസ് ചെയ്യുക. സത്യമായിട്ടും അത് തന്നെയാണ്. ബിക്കോസ് ഹി ഈസ് നോട്ട് എ പേഴ്സൺ ഹു ഇസ് വെൽ അപ്രീഷിയേറ്റഡ് ബൈ എവ്രി വൺ, അല്ലെങ്കിൽ ഭയങ്കര മോടി പിടിപ്പിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടർ ഒന്നും അല്ല. ബട്ട് അതേ മൊമെന്റ് ഓഫ് ക്രൈസിസ്, ഒരു ക്രൈസിസ് ഉണ്ടാവുന്ന സമയത്ത് ഹി ഈസ് ഗിവിങ് എ മാക്സിമം എഫേർട്ട് ഫ്രം ഹിസ് പാർട്ട്. അല്ലെ, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഈ പറഞ്ഞ അസുഖം പിടിപെട്ട് കിടക്കുമ്പോഴും ഹി ഡസൻ ഈവൻ ടേക്ക് കെയർ ഓഫ് ഹിംസെൽഫ്. അയാളുടെ ഹെൽത്ത് പോലും നോക്കാണ്ട് ഹി ഈസ് ഡീലിംഗ് വിത്ത് ദം ആൻഡ് ഹി ഈസ് റെഡി ടു സാക്രിഫൈസ് ഹിസ് ഓൺ ലൈഫ് ഫോർ എവ്രി വൺ എൽസ്. ആ ചെറു മരിക്കുന്നുണ്ട്, അപ്പോൾ അദ്ദേഹം അവരോട് കരഞ്ഞ് അല്ലെങ്കിൽ അവരോട് സഹതപിക്കാൻ പോലും അദ്ദേഹം തയ്യാറാവുന്നുണ്ട്. സോ ഓൾ ദീസ് ഷോസ് ദാറ്റ് ഹി ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ ഹീറോയിസം. അപ്പോൾ നിങ്ങൾ ക്യാരക്ടർ സ്കെച്ച് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഹസന്റെ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ബട്ട് യു ഹാവ് ടു കണക്ട് ഇറ്റ് വിത്ത് ദിസ് പെർട്ടിക്കുലർ തിങ്. ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ലൈൻ വെച്ചിട്ട് അതിനെ കണക്ട് ചെയ്തിട്ട് വേണം, ആ ഒരു തീമിലേക്ക് കൊണ്ടുവരുന്ന രീതിക്ക് വേണം നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ. അദ്ദേഹത്തെ പറ്റി വെറുതെ ഡിസ്ക്രൈബ് ചെയ്ത് പോയാൽ ആ പറഞ്ഞ കോട്ടിന് അനുയോജ്യമായ രീതിയിൽ സംഭവങ്ങൾ പ്ലേസ് ചെയ്യണം. ഓക്കെ, സോ ഹോപ്പ് ദാറ്റ് വൺ ഇസ് ഓൾസോ ക്ലിയർ ഫോർ യു. ആൻഡ് നൗ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ദിസ് ഇസ് ഓൾസോ ഹാവിങ് 6 marks. അപ്പം അതിനനുസരിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് അവിടെ കൊടുക്കണം എന്നുള്ളത് ഓർത്ത് വെക്കുക. Then you are assigned to report the ritual turtle calling live from the Kadavu Island. Prepare a live TV report about the ritual to broadcast in a leading news channel. ഒരു ലൈവ് ബ്രോഡ്കാസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്, ലൈവ് TV റിപ്പോർട്ടാണ്. അപ്പം എന്താ, ഗായ്സ് ഞാൻ ഇവിടെയാണ്, ഇന്ന സ്ഥലത്താണ് എന്നത് പ്രസന്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാണ് ലൈവ് TV റിപ്പോർട്ട്സ്. അതായത് ലൈവ് TV റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയി, അതായത് നിങ്ങൾ ആ സ്ഥലത്താണുള്ളത്, അപ്പം ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ നിന്ന് അറിയിക്കുക. അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ ഇതായിരുന്നു നടന്നത് എന്നല്ല പറയാം, ബിക്കോസ് യു ആർ ദർ ഇൻ സച്ച് എ പ്ലേസ്. അപ്പം പെട്ടെന്ന് അപ്ഡേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരിലേക്ക്, നിങ്ങളുടെ വ്യൂവേഴ്സിലേക്ക് കൺവേ ചെയ്യണം. ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് ഡീറ്റെയിലിങ്സ്. എന്താണ്, എവിടെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടായിരിക്കും ലൈവ് റിപ്പോർട്ട്സ് ഒക്കെ നടക്കുക. അപ്പം അറ്റ് ദാറ്റ് മൊമെന്റ് വാട്ട് ഇസ് ഹാപ്പനിങ് എന്നുള്ളതാണ് ആ ഒരു ലൈവ് TV റിപ്പോർട്ടിൽ നമ്മൾ അറിയിക്കേണ്ടത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി കോംപ്രിഹെൻസീവ്, ഇറ്റ് ഷുഡ് ബി പ്രിസൈസ്, നല്ല ഭംഗിയായിട്ട് പറയണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി അട്രാക്റ്റീവ് ടു ക്യാച്ച് ദി അറ്റൻഷൻ ഓഫ് ദ വ്യൂവേഴ്സ്. കാണുന്നവരുടെ അറ്റൻഷൻ പിടിച്ചിരുത്താൻ പറ്റുന്ന രീതിക്ക് വേണം ലൈവ് റിപ്പോർട്ടിംഗ്. അപ്പം പോയിന്റ്സ് ഷുഡ് ബി ദർ, ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇറ്റ് ഷുഡ് ബി പ്രസന്റഡ്. ആൻഡ് ദെൻ ദിസ് തിങ് ഷുഡ് ഓൾസോ ബി ദർ, അപ്ഡേറ്റഡ് ആയിരിക്കണം കാര്യങ്ങൾ. എപ്പോഴെങ്കിലും നടന്ന കാര്യങ്ങളല്ല യു വിൽ നോട്ട് ബി റിപ്പോർട്ടിംഗ് ഇൻ എ ലൈവ് റിപ്പോർട്ട്. സോ ആ ഒരു കാര്യം അവിടെ ഓർത്തുക. ലൈവ് TV റിപ്പോർട്ടിന് കോംപ്രിഹെൻസീവ്നെസ്, അതായത് നിങ്ങൾ എത്രത്തോളം കോംപ്രിഹെൻസീവായിട്ട്, എത്രത്തോളം ഏത് ലെവലിലാണ് നിങ്ങളുടെ ഡീറ്റെയിലിംഗ് പോവുക എന്നുള്ള കാര്യം നോക്കുക. ക്ലാരിറ്റി, നിങ്ങളുടെ പ്രസന്റേഷൻ എത്രത്തോളം. ചിലപ്പം 12 മണിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബിക്കോസ് യു ആർ ദർ അറ്റ് ദാറ്റ് പൊസിഷൻ. 12 മണിക്കാണ് നടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ യു ഹാവ് ടു മെൻഷൻ ദാറ്റ് പെർട്ടിക്കുലർ ടൈം. ഓക്കെ, ആ ഒരു ക്ലാരിറ്റി ഷുഡ് ബി ദർ, റെലവൻസ് ഓഫ് ദി ഇൻഫർമേഷൻ, ആൻഡ് ദെൻ ഇറ്റ് ഷുഡ് ഹാവ് എ ലോജിക്കൽ സീക്വൻസ്. അതായത് ഒരു ലോജിക്കൽ സീക്വൻസിങ് അതിനുണ്ടാവും. അതായത് എല്ലാം കഴിഞ്ഞിട്ടുള്ള കാര്യം ഇതെല്ലാം വന്നപ്പോഴേക്കും ആ ടേർട്ടിൽസ് പൊങ്ങി വന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഏറ്റവും അവസാനം പറയേണ്ട കാര്യം ആദ്യം പറയേണ്ട കാര്യവും അവസാനം പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വോണ്ട് ബി എ വെരി ഗുഡ് റിപ്പോർട്ട്. 1 മുതൽ തുടങ്ങി ഇന്ന ഒരു റിച്വലാണ് അവിടെ നടക്കുന്നത്, ഇറ്റ് സ്റ്റാർട്ടഡ് അറ്റ് ദിസ് ടൈം ആൻഡ് ദിസ് ഓൾ തിങ്സ് ഹാപ്പൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഡറിൽ വേണം, ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ വേണം ഇറ്റ് ഷുഡ് ഹാവ് ടു ഫോളോ. ഓക്കെ, അപ്പോൾ ആ ഒരു ഓർഡർ ഷുഡ് ഓൾസോ ബി കെപ്റ്റ്. ഓക്കെ, ലൈവ് TV റിപ്പോർട്ടിങ്ങിൽ നിങ്ങൾ എഴുതുമ്പോൾ ആ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിച്ചു പോവുക. ഓൾ റൈറ്റ്, നൗ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് children nowadays don't get enough chances to see nature and enjoy all its beauty. Are you agreeing with that? ശരിയാണോ? കുട്ടികൾക്ക് നേച്ചർ എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല. They have to be provided chance for visiting places immersed in natural beauty. Write a letter to the editor of the Hindu newspaper discussing your point of view about the statement given above. അപ്പോൾ നിങ്ങളുടെ എന്ന് പറഞ്ഞ സംഭവം എന്താ നമുക്ക് മനസ്സിലായി. അതായത് ഇറ്റ്സ് എ ലെറ്റർ, ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് ലെറ്റർ ഇസ് ദാറ്റ്? ദ ഹിന്ദുവിൻ്റെ എഡിറ്റർക്കാണ് യു ആർ റൈറ്റിംഗ് ദ ലെറ്റർ. അപ്പം സോ വാട്ട് ടൈപ്പ് ഓഫ് ലെറ്റർ ഇസ് ദാറ്റ്? ഇസ് ഇറ്റ് ഫോർമൽ ഓർ ഇൻഫോർമൽ? ഒബ്വിയസ്ലി ഇറ്റ് ഇസ് ഫോർമൽ, അല്ലേ? ഫോർമൽ ലെറ്റർ ആണ്. അപ്പോൾ പിന്നെ ഒരു കാര്യം നമുക്ക് ഫോർമൽ ലെറ്റർ ആണെന്ന് മനസ്സിലായി, ദ ഹിന്ദുവിൻ്റെ എഡിറ്റർക്കാണ് പോകേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്തിനെ പറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? യു ഹാവ് ടു ഡിസ്കസ് യുവർ പോയിന്റ് ഓഫ് വ്യൂ അബൌട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ അബവ്. ഏതാ സ്റ്റേറ്റ്മെന്റ്?
ചിൽഡ്രൻ ആർ നോട്ട് ഗെറ്റിംഗ് ഇനഫ് ടൈം, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. എന്തിനുള്ള ഓപ്പർച്യൂണിറ്റി? നേച്ചർ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ, അല്ലെങ്കിൽ കുട്ടികൾക്ക് നേച്ചറിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ വെച്ചിട്ടാണ് നിങ്ങളുടെ എന്താ എഴുതേണ്ടത്? ലെറ്റർ. അപ്പം നമ്മുടെ ഹിന്ദുവിൻ്റെ എഴുതിച്ചേർക്കുക നിങ്ങൾ ഇങ്ങനെ ഒരു ലെറ്റർ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നിങ്ങൾ എഴുതുന്നത്. അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കാനുള്ളത് ഫോമാറ്റ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ എ ഫോമൽ ലെറ്റർ ആൻഡ് എൻ ഇൻഫോമൽ ലെറ്റർ. What is it? It just begins with from address. From address, നീ from എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു എഴുതാറുള്ളത്. Now you don't have to write this particular one. ഈ from എന്ന് എഴുതുന്നതിന് പകരം you can directly write the address with the name and address ഇവിടെ കൊടുക്കുക. Then next comes date. ഏത് ഡേറ്റ് ആണ് നിങ്ങൾ എഴുതുന്നതെന്ന് കൊടുക്കുക. Then next comes to. ഈ പറഞ്ഞ പോലെ ടൂവും ഇവിടെ ടു എന്ന് പ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല, പകരം you have to place the name and address കൊടുക്കുക. Then next comes subject. In the particular subject, ഇപ്പം നിങ്ങളുടെ സബ്ജക്റ്റ് എന്താ? You are mentioning about your point of view about the opportunity that children are not getting enough chances to see അല്ലെങ്കിൽ explore nature. അത് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കുക. Then salutation, dear sir. Okay, നിങ്ങളുടെ കോണ്ടന്റ് പ്ലേസ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ടറി ഒന്നും കൊടുത്തില്ല എങ്കിലും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ടോപ്പിക്കിലേക്ക് വരിക. ദെൻ യു ക്യാൻ ഓൾസോ ജസ്റ്റ് ഒരു പ്രോബ്ലം പറയുന്ന രീതിയിലാണല്ലോ നിങ്ങളിത് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പം വേണമെങ്കിൽ യു മേ ഹാവ് സം അതർ ഒപ്പീനിയൻസ്, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് യു ക്യാൻ ഓൾസോ പ്രൊവൈഡ് സം സൊല്യൂഷൻസ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ തിങ്. അപ്പോൾ അത് നമ്മുടെ കോണ്ടെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞ് ആ ഒരു സാധനം കഴിഞ്ഞ് യു ക്യാൻ പ്ലേസ് ദാറ്റ് ആൻസർ ടു. അതായത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സൊല്യൂഷൻസ് ഇങ്ങനെയൊക്കെ ഉണ്ട്, യു ക്യാൻ ഓൾസോ അഡോപ്റ്റ് ടു ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒപ്പീനിയൻസും കൂടെ നിങ്ങൾക്ക് അവിടെ പ്ലേസ് ചെയ്യാം. അത് കഴിഞ്ഞ് ടുവേർഡ്സ് ദി എൻഡ് യു ആർ കൺക്ലൂഡിങ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അല്ലെങ്കിൽ യുവേഴ്സ് ലവിങ് സിൻസിയർലി എന്നൊക്കെ പറഞ്ഞിട്ട് യു ആർ കൺക്ലൂഷൻ, ആ സബ്സ്ക്രിപ്ഷൻ പാർട്ടും അവിടെ കൊടുക്കുക. ഓൾ റൈറ്റ്. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഫോമൽ ലെറ്റർ ആൻഡ് ഇൻഫോമൽ ലെറ്റർ? നമ്മുടെ ഈ സംഭവം ടു എന്ന് പറയുന്നൊരു പാർട്ട് അവിടെ ഉണ്ടാവില്ല. ദെൻ സബ്ജക്ട് ഇസ് ഓൾസോ നോട്ട് ദർ. All right, so hope this one is also clear for you. Then clear ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. Shall we start with the other one? Okay, now next is the very common one. നമ്മൾ കാലാകാലങ്ങളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. Some hints are given here. അപ്പോൾ ക്യാപ്റ്റൻ സ്മിത്തിൻ്റെ ഒരു പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്. ലെജൻഡറി ഷിപ്പായിട്ടുള്ള ടൈറ്റാനിക്കിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പർട്ടിക്കുലർ ഒരു പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്. നല്ല ക്രൊണോളജിക്കൽ ഓർഡറിൽ നമ്മുടെ പോയിന്റ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. യു ഹാവ് ടു ഗിവ് ദ ടൈറ്റിൽ പ്രൊഫൈൽ റൈറ്റിങ്ങിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇറ്റ് ഷുഡ് ഹാവ് ഡീറ്റെയിലിങ്സ്. ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇതേപടി അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ഹാവ് ദറ്റ് എഫക്ട്. കാരണം ഇതേപടി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഇറ്റ് ഹാവ് an effect of being a sentence? No. അപ്പോൾ അത് സെൻറ്റൻസസ് ആയിട്ട് ബിൽഡ് ചെയ്യണം. സെൻറ്റൻസസ് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ യു ഹാവ് ടു മേക്ക് ദാറ്റ് ഇൻടു അപ്രോപ്രിയേറ്റ് സെൻറ്റൻസസ്. യു ഹാവ് ടു യൂസ് പ്രിപ്പോസിഷൻസ് ടു ജോയിൻ ദം. അപ്പോൾ പ്ലേസസ് ആണെങ്കിൽ അതിന്, അല്ലെങ്കിൽ ടൈമിനാണെങ്കിൽ ആ ടൈം, അറ്റ്, ഓൺ, ഇൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മുടെ പ്രൊഫൈല്. യു ഹാവ് ടു മേക്ക് ഇറ്റ് ഷോർട്ട്. ഓക്കെ, അപ്പം അത് ചെയ്യാനുണ്ട്. ദെൻ വാട്ട് കംസ് നെക്സ്റ്റ്? അടുത്ത എന്താ നമുക്ക് ചെയ്യാനുള്ളത്? ക്രൊണോളജിക്കൽ ഓർഡർ. അതായത് മരിച്ച കാര്യം നമുക്ക് ഏറ്റവും ആദ്യം കൊണ്ടുപോയ ഒരു പ്രൊഫൈൽ നമുക്ക് ഒരിക്കലും എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ക്രൊണോളജിക്കൽ ഓർഡറിൽ ഇത് പ്ലേസ് ചെയ്യാം. Then comes, you can include, if you know something extra about that particular person, you can also add that point. All right. അപ്പോൾ പ്രൊഫൈലിനെ പറ്റി കൂടുതൽ ഡിസ്ക്രിപ്ഷൻസ് ഒന്നും വേണമെന്ന് തോന്നുന്നില്ല. You are all familiar with that particular one. Okay. Then next comes another set of questions. Answer any 2 questions in each about 120 words. So this is the essay type question. Each is having 8 marks. Appo prepare a seminar paper on the topic Braving the Hazards, a Kerala model in the light of the recent floods in Kerala, to be presented in the seminar being organized by your local Grama Panchayat. So that is the next question for you. Idu nammal already padicchittullathana. It's a seminar report. So what all things should we discuss when you are dealing with the seminar report? എന്തൊക്കെ കാര്യങ്ങളാണ് സെമിനാർ റിപ്പോർട്ടിൽ നമുക്ക് മെയിനായിട്ട് പ്ലേസ് ചെയ്യാനുള്ളത്? We are having the program given. നമുക്ക് ഏത് പ്രോഗ്രാമാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇവിടെ യു ആർ പ്ലേസിംഗ് എ സെമിനാർ റിപ്പോർട്ട് ഫോർ ദ ഗ്രാമപഞ്ചായത്ത് ടു ബി പ്ലേസ്. അതായത് നമ്മുടെ ബ്രേവിംഗ് ദ ഹസാർഡ്സ്, നമ്മൾ ഫ്ലഡിൻ്റെ ടൈമിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു, അതിനെ റിലേറ്റ് ചെയ്തിട്ട് കേരള മോഡൽ, ആ ഫ്ലഡിൻ്റെ മോഡലൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ദെൻ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു നോട്ടീസ്, the first thing that you have to place is
ഹെഡിങ് ആണ്. ഒന്നാമത് കൊടുക്കേണ്ടത് ഇറ്റ് ഷുഡ് ബി ദി ഹെഡിങ്. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് കംസ് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പാരഗ്രാഫ് ആണ്. ഈ ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഏതെങ്കിലും പ്ലേസ് ചെയ്തിട്ട് കാര്യമില്ല. ഇറ്റ് ഷുഡ് ഹാവ് an explanation, അല്ലെങ്കിൽ it should be directly related to the heading. ഈ ഹെഡിങ്ങുമായിട്ട് പറഞ്ഞതുമായിട്ട് നല്ല രീതിക്ക് ബന്ധമുള്ള രീതിയിലായിരിക്കണം ഫസ്റ്റ് പാരഗ്രാഫിലെ ഇൻട്രൊഡക്ടറി സെന്റൻസസ്. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് കംസ് write the matters in order of importance. That is a very important thing. നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത് നമുക്ക് അറിയുന്ന സാധനങ്ങൾ വിൽ ബി ജസ്റ്റ് പ്ലേസിങ് ഇറ്റ്, എങ്ങനെയെങ്കിലും നമ്മൾ അതങ്ങ് പ്ലേസ് ചെയ്ത് വിടും. പക്ഷെ നമുക്ക് അവിടെ അതല്ല വേണ്ടത്. നിങ്ങൾ മാറ്റേഴ്സ് എഴുതുമ്പം അതിൻ്റെ ഇമ്പോർട്ടൻസിനനുസരിച്ച് വേണം അതിനെ ഓർഡർ ചെയ്യാൻ. അതായത് ചിലപ്പം ഇപ്പോൾ ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു ചെറിയ നമ്പർ എങ്ങാനും ആയിരിക്കും. അത് യു ഡോണ്ട് ഹാവ് ടു പ്ലേസ് ഇറ്റ് ദി ഫേമോസ്റ്റ് തിങ്, ആദ്യം കൊണ്ടുപോയിട്ട് അവിടെ കൊടുക്കേണ്ട കാര്യമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ് യു ഹാവ് ടു പ്ലേസ് ഇറ്റ് ഇൻ ദി ഫസ്റ്റ്. ആദ്യം ഓർഡറിൽ പ്ലേസ് ചെയ്യേണ്ടത് അത് തന്നെയാണ്. ഓക്കെ, അപ്പം ആ ഒരു ലീസ്റ്റ് ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലേസ് ചെയ്യാം. പിന്നെ വരുമ്പോഴേക്കും എന്ത് പ്ലേസ് ചെയ്യാം? ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ അത്ര പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾ പ്ലേസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദാറ്റ് തിങ്. ദ നെക്സ്റ്റ് കംസ് ലാംഗ്വേജ്. ഇറ്റ് ഷുഡ് ബി വെരി സിമ്പിൾ ആൻഡ് പ്ലെയിൻ. സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്യുക, കാരണം നിങ്ങളൊരു സെമിനാർ റിപ്പോർട്ടാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഷുഡ് ബി കോംപ്രിഹെൻഡബിൾ ടു ഓൾ ഓഫ് ദസ്. Okay, about simple language. And then the fifth point that you have to notice, past tense. That is a very important thing. നിങ്ങൾ ഓൾറെഡി നടന്നു കഴിഞ്ഞ ഒരു കാര്യമാണ്. അതായത് ഫ്ലഡ് റിലീഫ് അല്ലെങ്കിൽ ബ്രേവിംഗ് ദ ഹസാർഡ്സ് ഓൾറെഡി കേരള ഓൾറെഡി നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞൊരു കാര്യമാണ്. അതിനെ പറ്റിയിട്ടാണ് നിങ്ങൾ റിപ്പോർട്ട് പ്രസന്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഷുഡ് ബി ദർ ഇൻ പാസ്റ്റ് ടെൻസ്. ഹോപ്പ് യു ആർ ഗെറ്റിംഗ് വെൽ വിത്ത് ദിസ്. ഈ 5 കാര്യങ്ങൾ യു ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട് and you are writing a seminar report. So is it clear for all of you? 8 marks ന്റെ question ആണ്. Points നല്ല രീതിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ you will be able to score marks. അതുപോലെ തന്നെ നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന അതിൻ്റെ ഓർഡർ, നിങ്ങൾ എഴുതുന്ന ലാംഗ്വേജ് മിസ്റ്റേക്സ് ഷുഡ് ബി ലെസ്. എന്നാൽ മാത്രമേ ഇറ്റ്സ് വെരി ഈസി, ബിക്കോസ് 8 marks ആണ് അവിടെ സ്കോർ ചെയ്യാനുള്ളത്. എങ്ങനെ വന്നാൽ നമുക്കൊരു 7 marks എങ്കിലും എവിടെയെങ്കിലും കുറച്ച് ഗ്രാമർ മിസ്റ്റേക്സ് അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഉണ്ടാവാം. ദാറ്റ് ഇസ് ക്വൈറ്റ് നാച്ചുറൽ. But still you can score 7 marks, at least 7.5 ഒക്കെ എങ്ങനെയാണ് നമുക്ക് സ്കോർ ചെയ്ത് പോവാം. But you should have a very thorough idea. ഈ പറഞ്ഞ പോയിന്റ്സ് എങ്ങനെയൊക്കെ പ്ലേസ് ചെയ്യണം, ഇതെല്ലാം നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ യു ഷുഡ് ചെക്ക് ഈ പറഞ്ഞ പോയിന്റ് അവിടെ ഉണ്ടോ, ഈ പറയുന്ന സാധനങ്ങൾ ഫോളോ ചെയ്താണോ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് യു ഓൾസോ ഹാവ് ടു ചെക്ക്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഇസ് ഓൾസോ ക്ലിയർ. നൗ ഷാൽ വി ഗോ ഫോർ ദ നെക്സ്റ്റ് പാർട്ട്. അടുത്തതിലേക്ക് പോയാലോ? സെമിനാർ നമ്മൾ പ്രസന്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് കംസ് എന്താ? ഇറ്റ്സ് എ ട്രാവൽ എസ്സേ. ഇറ്റ്സ് ലൈക്ക് എ travelogue, merely like a travelogue. Different travel experience you had in your life. Focus on the visual, auditory, kinesthetic images you had experienced during the entire travel. So this is a probable question. Travel essay ആണ് പറഞ്ഞിട്ടുള്ളത്. So that is also like നമ്മൾ travelogues ഒക്കെ എഴുതാറുണ്ട് അല്ലേ? travelogue എന്താ? യാത്രാ വിവരണം. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ യാത്രാ വിവരണം. യാത്ര, നിങ്ങൾ പോയ യാത്രയെ വിവരിക്കുകയാണ്. Okay, it is almost like this, but you have to concentrate on your experience, especially what experience? Visual, നിങ്ങൾ കണ്ട കാര്യങ്ങൾ, auditory, നിങ്ങൾ എക്സ്പീരിയൻസ് കേട്ട് നിങ്ങളുടെ സെൻസസിലൂടെ നിങ്ങളിലേക്ക് എത്തിയത്, ആൻഡ് കൈനസ്തെറ്റിക്, എന്തൊക്കെ മൂവ്മെന്റ്സ്, നിങ്ങളുടെ കണ്ണിൽ പതിഞ്ഞിട്ടുള്ള മൂവ്മെന്റ്സ്, അതൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു ട്രാവൽ എസ്സേയിൽ മെയിനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ മെയിനായിട്ട് നമുക്ക് കാര്യങ്ങൾ പ്ലേസ് ചെയ്യാനുള്ളത് ഇറ്റ് ഷുഡ് ബി എൻ്റർടൈനിങ്. അതായത് വളരെ ബോറായിട്ടുള്ള ഒരു സാധനം നമ്മളൊരു ട്രാവൽ എസ്സേ ആയിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി വെരി ബോറിംഗ്. സോ യുവർ ട്രാവൽ എസ്സേ ഇറ്റ് ഷുഡ് ബി, ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, ഇറ്റ് ഷുഡ് ബി എൻ്റർടൈനിങ്. വളരെ എൻ്റർടൈനിങ് ആയിട്ട് മുന്നോട്ട് പോകണം. ഇറ്റ് ഷുഡ് ഓൾസോ ബി ദർ ഇൻ പാസ്റ്റ് ടെൻസ്, കാരണം കഴിഞ്ഞു പോയ കാര്യമാണ്. ആൻഡ് ദെൻ ഫസ്റ്റ് പേഴ്സൺ, അതായത് യു ആർ ദ ഫസ്റ്റ് പേഴ്സൺ, നിങ്ങളാണ് എക്സ്പീരിയൻസ്, ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്കാണുള്ളത്. സോ ഇറ്റ് ഷുഡ് ബി ഇൻ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ. ഒരു നല്ലൊരു ഭംഗിയുള്ള ടൈറ്റിൽ ഷുഡ് ഓൾസോ ബി ദർ, നല്ല ഭംഗിയുള്ളൊരു ടൈറ്റിൽ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഓഫ് ഡീറ്റെയിലിങ്സ് ഉണ്ടായിരിക്കണം. അതായത് ഓരോ കാര്യത്തെ പറ്റിയിട്ടുമുള്ള ഡീറ്റെയിൽസ് ഷുഡ് ബി ഗിവൻ. അതായത് നിങ്ങൾ ഇന്നൊരു സ്ഥലത്ത് പോയി അവിടെ എന്താണ് അതിൻ്റെ ഫീച്ചർ. ഇപ്പം നമ്മൾ പലപ്പോഴും ഈ യൂട്യൂബ് വ്ളോഗ്സ് ഒക്കെ കാണാറുണ്ട്. ഈ ഹോട്ടൽസിലൊക്കെ പോയിട്ട് ആൾക്കാർ ഇന്ന ദൂരത്തായിരുന്നു, ഇത്ര ദൂരത്താണ് അവിടെ നിന്ന്, അല്ലെങ്കിൽ ബസ് ഫെയർ ഇത്രയായിരുന്നു ഇന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ട്, ആൻഡ് ദിസ് റൂം കോസ്റ്റ് ദിസ് മച്ച്. റിസോർട്ട്സിലൊക്കെ പോയിട്ട് അങ്ങനെ ഒരു സാധനം കേൾക്കണം. അപ്പം യു ഷുഡ് ബി പ്രിസൈസ്. ഡീറ്റെയിൽസ് വളരെ കൃത്യമായിട്ട് ആൾക്കാർക്ക്
കൺവേഡ് ആക്കി കൊടുക്കണം. ദെൻ നെക്സ്റ്റ് കംസ് ഫോർമൽ സ്റ്റേറ്റ്മെന്റ്സ്. അത് അവോയ്ഡ് ചെയ്യാം. ഫോർമൽ ഒരു ടോക്ക് അതിൽ വരാതിരിക്കാൻ ശ്രമിക്കാം. കോൺവെർസേഷണൽ ടോൺ, ഒരു മാതിരി നമ്മൾ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്ന ഒരു ടോൺ, ഇറ്റ് ക്യാൻ ഓൾസോ ബി അഡോപ്റ്റഡ്. ആൻഡ് ദെൻ വേരിയസ് അട്രാക്ഷൻ. ഇപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വയനാട്ടിൽ പോവുകയാണെങ്കിൽ വാട്ട് ആർ ദി അട്രാക്ഷൻസ് ദാറ്റ് യു ഹാവ് ഫൗണ്ട് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പ്ലേസ്. ആ മെയിൻ ആയിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് വൺ ഇസ് ക്ലിയർ ഫോർ യു ഗൈസ്. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് കംസ് another one. ദിസ് ഇസ് ഓൾസോ ഓഫ് ഹാവിങ് 8 marks. കാര്യങ്ങൾ വളരെ പ്രിസൈസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. So this is a speech. Every individual is unique. For Dr. APJ Abdul Kalam Memorial Elocution Competition to be held in your school. അപ്പോൾ അടുത്തത് വരുന്നത് ഇറ്റ്സ് എൻ എലക്യൂഷൻ കോമ്പറ്റീഷൻ. എലക്യൂഷൻ കോമ്പറ്റീഷനിൽ വാട്ട് ഇസ് ഹാപ്പനിങ്? എന്താണ് എലക്യൂഷൻ കോമ്പറ്റീഷൻ? എന്താ എലക്യൂഷൻ? യു ആർ ഗോയിങ് ഫോർ എ സ്പീച്ച് കോമ്പറ്റീഷൻ. ഒരു സ്പീച്ച് നടത്തുന്ന കോമ്പറ്റീഷനാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കോമ്പറ്റീഷനിൽ വാട്ട് ഈസ് ഹാപ്പനിങ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്? എവറി ഇൻഡിവിജ്വൽ ഇസ് യുണീക്ക്. ഓരോ ഇൻഡിവിജ്വലും ഹി ഇസ് യുണീക്ക്. ഓരോ മനുഷ്യനും ഡിഫറെൻ്റ് ആണ്. അയാൾക്ക് യുണീക്ക് ആയിട്ടുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്കൊരു എലക്യൂഷൻ, ഒരു സ്പീച്ച് പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ യു ഹാവ് ടു പ്രസൻറ്റ് ദ സ്പീച്ച്. സ്പീച്ചിൻ്റെ മോഡൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. വാട്ട് ഇസ് ഇറ്റ്സ് മോഡൽ? ആദ്യം ഇറ്റ് ഷുഡ് ഹാവ് ദ ഗ്രീറ്റിംഗ്സ്. നമ്മൾ ആൾക്കാരെ അഡ്രസ്സ് ചെയ്യണം. ദെൻ യു ഹാവ് ടു ഗോ ഫോർ ദ സല്യൂട്ടേഷൻ പാർട്ട്. Dear friends, respected so and so. ആരെങ്കിലും ഉണ്ടെങ്കിൽ you have to note down that one. You can also ഇത് തന്നെ വെച്ചിട്ട്, ഈ ഒരു കോട്ട് വെച്ചിട്ട് തന്നെ മേ ബി യു ക്യാൻ സ്റ്റാർട്ട്. അതർവൈസ് വേറെ ഏതെങ്കിലും ഒരു സന്ദർഭം വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ടറി പാർട്സ് വെച്ചിട്ട് തുടങ്ങാം. ദെൻ യു ക്യാൻ ഗിവ് എക്സാമ്പിൾസ് യൂസിങ് ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ്. ഓരോ പേഴ്സൺസും യുണീക്കാണ്. ചിലപ്പോൾ പഠിത്തത്തിൽ ബെറ്റർ ആയിട്ടുണ്ടായിരിക്കുന്ന ആൾക്കാർ ദേ വോണ്ട് ബി വെരി ഗുഡ് അറ്റ് പ്ലേയിങ്. അതിനിപ്പം സിംഗിങ്ങിൽ ഭയങ്കര ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡാൻസിങ്ങിന് അത്ര നന്നായിക്കോണമെന്നില്ല. ക്രിയേറ്റീവ് റൈറ്റിങ്ങിലുള്ളവർ ചിലപ്പം സ്റ്റഡീസിലും അതുപോലെ തന്നെ എന്താണ് മറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ചിലപ്പം അടിപൊളിയായിക്കോണമെന്നില്ല. സോ എവരി പേഴ്സൺ ഇസ് യുണീക്ക് ഇൻ ദെയർ ഓൺ വേസ്. ഓക്കെ, അപ്പം ആ രീതിക്ക് നിങ്ങളുടെ സ്പീച്ചിൻ്റെ ഓരോരോ പാരഗ്രാഫ്സ് സ്ട്രക്ചർ ചെയ്ത് 8 marks ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഡിഫറെൻറ്റ് പാരഗ്രാഫ്സ് ആയിട്ട് തിരിച്ചെഴുതുക. ഡിഫറെൻറ്റ് പോയിന്റ്സ് എങ്ങനെയാണ് ഇത് പറയാൻ പറ്റുക, അല്ലെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ റീസൺ, ആൾക്കാരുടെ എക്സാമ്പിൾസ് വെച്ച് കൊടുക്കാം. ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ വെക്കാം, ഒരു സയൻറ്റിസ്റ്റിനെ എടുക്കാം, ഒരു സ്പോർട്സ് പേഴ്സണെ എടുക്കാം. എല്ലാവരുടെയും ഈ ഡിഫറൻസസ് പ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് എക്സാമ്പിൾസ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്പീച്ച് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കുക. ഡിഫറെൻറ്റ് പാരഗ്രാഫ്സിൽ പ്ലേസ് ചെയ്യുക. Towards the end, make a conclusion. ഇന്നതൊക്കെ കൊണ്ടാണ് they are becoming individuals, unique individuals. Then just conclude it. All right. So that is also done. Now we are moving on to the next question. Read and enjoy the following poem and prepare a critical appreciation. Wow. We are almost nearing. നമുക്ക് ഇങ്ങനെ ഒരു പോയത്തിൻ്റെ പാർട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണ്ട് എൻഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഒരു പോയം തന്നിട്ടുണ്ട്. എപ്പോഴും ഒരു കാര്യം ഓർത്തോളൂ, ആദ്യമേ ഞങ്ങളിത് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പോയമാണല്ലോ, ഞങ്ങൾ ഇതിനെ കൊണ്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചൊന്നിരിക്കേണ്ട. ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. ചിലപ്പം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ പഠിച്ചിട്ടുള്ള പോയംസിൻ്റെ തീമുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ തന്നെയായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. സോ ഹിയർ ഇസ് എ പോയം, എ സ്റ്റിൽ മൊമെന്റ്. Abimbola Chialabi, and that is the author. Take a moment, put the worries behind, take in the beauty around, let it relax your mind. Watch the golden glow of the rising morning sun, embrace a peaceful aura of the break of dawn. Spare a still moment every once in a while, take in the beauty around, take it in with a smile. It's not such a troubling one. വളരെ എളുപ്പത്തിലൊരു സാധനമാണ്. എന്താ, you have to go to the nature. സൺറൈസ് ഇൻ ദ ഹിൽസിനെയൊക്കെ പോലെ ഏതാണ്ട് ആ ഒരു സംഭവത്തിൽ വരുന്ന, ആ ഒരു തീമിൽ വരുന്ന ഒരു പോയമാണ്. യു ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദ നേച്ചർ. എന്നിട്ട് യു ക്യാൻ പുട്ട് അസൈഡ് ഓൾ യുവർ വറീസ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മേജർ തീമായിട്ട് വരിക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോവാം. എന്താണ് വോട്ട് യു ഫീൽ ഇറ്റ് ആസ് തിങ്, ആൻഡ് ദെൻ ക്രിട്ടിക്കൽ അപ്രിസിയേഷനിൽ നിങ്ങൾക്ക് യു ക്യാൻ പ്രൊവൈഡ് യുവർ ഓൺ ഒപ്പീനിയൻസ് ടുവേർഡ്സ് ദ ലാസ്റ്റ്. ആദ്യം നിങ്ങൾക്ക് ഫസ്റ്റത്തെ പാരഗ്രാഫിൽ യു പ്ലേസ് ദ ടൈറ്റിൽ എന്താണെന്ന് പറയുക. ദെൻ ഓതേഴ്സ് നെയിം, വാട്ട് ഈസ് എ മേജർ ഐഡിയ, ഇറ്റ് അപ്രീഷിയേറ്റ് ദി ബ്യൂട്ടി ഓഫ് നേച്ചർ, അല്ലെങ്കിൽ ഹൗ നേച്ചർ ഇസ് കൺസോളിങ് ഹ്യൂമൻസ് എന്നുള്ളതാണ് അതിൻ്റെ മേജർ തീം വരിക. പിന്നെ ബാക്കിയുള്ളത് എന്ത് പ്ലേസ് ചെയ്യണം? യു ഹാവ് ടു പ്ലേസ് ഇറ്റ് ലൈക്ക് ഇന്നതാണ് ഓരോ സ്റ്റാൻസയുടെയും തീം വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ആൻഡ് ടുവേർഡ്സ് ദ ലാസ്റ്റ് സ്റ്റാൻസ, ഇഫ് യു ഫൈൻഡ് എനി പോയറ്റിക് ഡിവൈസസ്, ഗിവ് ദോസ് പോയറ്റിക് ഡിവൈസസ്. റൈമിംഗ് വേർഡ്സ് ഉണ്ടോ? ബിഹൈൻഡ് മൈൻഡ്, മൊമെന്റ്, ആൻഡ് ദ സൺ ഡോൺ, വൈൽ സ്മൈൽ, അങ്ങനെ കുറേ റൈമിംഗ് വേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോയറ്റിക് ഡിവൈസസ് അല്ലെങ്കിൽ എനി സച്ച് സ്പെഷ്യാലിറ്റീസ് ഓഫ് ദി പോയം കാണുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇനി അതെല്ലാം കഴിഞ്ഞ് യു ക്യാൻ ഓൾസോ പ്ലേസ് യുവർ ഓൺ ഒപ്പീനിയൻസ്. നിങ്ങൾ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് കൊടുക്കുക. കം ടു എ കൺക്ലൂഷൻ. All right, so your
critical appreciation is also done. ഇനി നെക്സ്റ്റ് നമുക്ക് വരാനുള്ളത് എന്താ? നെക്സ്റ്റ് ഇസ് ലൈക്ക്, അപ്പോൾ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫിനിഷ് ആയിരിക്കുകയാണ്. സോ ദാറ്റ് ഇസ് വൺ പേപ്പർ. അപ്പോൾ ഇപ്പം നമുക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എവിടെ നിന്നൊക്കെ എന്തൊക്കെ വരാം. ഒരു ട്രാവൽ എസ്സേ ആയി, ഒരു ഇമെയിൽ ആയി, ഒരു ഫോർമൽ ലെറ്റർ, വൺ ഇൻഫോർമൽ ലെറ്റർ, സം നറേഷൻസ്, കോൺവെർസേഷൻസ്, സം ഗ്രാമർ പാർട്സ്, എക്സെട്ര ആദർ. അപ്പം നമുക്കൊരു ചെറിയ ഐഡിയ കിട്ടി. ആൻഡ് നൗ ഒരു ക്വസ്റ്റ്യൻ പേപ്പറോട് ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും യു വിൽ ഹാവ് എ വെരി കോംപ്രിഹെൻസീവ് ഐഡിയ എങ്ങനെ ആൻസർ ചെയ്യണം, മാർക്കിൻ്റെ പാറ്റേൺ എങ്ങനെ, എന്തൊക്കെ സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് എന്നുള്ള കാര്യം യു വിൽ ബി ഗെറ്റിംഗ് ക്ലിയർ. ഓക്കെ, അപ്പോൾ നമുക്കെന്നാൽ ഈ ഒരു നെക്സ്റ്റ് ഇതിലേക്ക് പോയാലോ. 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇവിടെ നമ്മുടെ ബിഗിനിങ് പാസേജ് ആണ് വന്നിട്ടുള്ളത്. പാസേജിൽ വാട്ട് യു ഹാവ് ടു പ്ലേസ് ഇസ്, പാസേജ് നല്ല രീതിക്ക് റീഡ് ചെയ്യുക, ദെൻ ഗോ ഫോർ ദി നെക്സ്റ്റ് വൺ. ഓക്കെ, അപ്പോൾ ഷാൽ വി സ്റ്റാർട്ട് വിത്ത് ഇറ്റ്. അത് നമ്മുടെ പാസേജ് തുടങ്ങിയിട്ടുള്ളത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള നമ്മുടെ സീഗളിൻ്റെ ചാപ്റ്റർ എന്നാണ്. നോട്ട് എക്സാക്ട്ലി എ പാസേജ്, ഒരു ചെറിയ 2 ലൈൻസേ കൊടുത്തിട്ടുള്ളൂ. ഹി വാസ് ഫ്ലോട്ടിംഗ് ഓൺ ഇറ്റ് and around him his family was screaming, praising him, and their beaks were offering him scraps of dogfish. He had made his first flight. Arai he, who is referred to as he? The young seagull, no doubt. Which word is the excerpt? In the excerpt is most suitable for the word garbage. Garbage, അതായത് garbage എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഫീൽസ് ലൈക്ക് വേസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഏത് വേർഡാണ് അതുമായിട്ട് കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു സിനോണിമസ് ആയിട്ട് വരുന്നത്? ഒബ്വിയസ്ലി സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ്, അതായത് വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഡോഗ് ഫിഷിൻ്റെ കുറച്ച് സ്ക്രാപ്സ്, വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന സാധനം. സോ സ്ക്രാപ്സ്. സോ ദാറ്റ് ഇസ് എ വേർഡ്. ദെൻ നെക്സ്റ്റ് കംസ്, ഹൗ ഡിഡ് ദി യങ് സീഗൾ അച്ചീവ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്? എങ്ങനെ ഇത് നോക്കിക്കഴിഞ്ഞാൽ വി വോണ്ട് ബി ഏബിൾ ടു സീ ദാറ്റ്, ബട്ട് സ്റ്റിൽ വി നോ അബൌട്ട് ദി ചാപ്റ്റർ. നമുക്ക് ചാപ്റ്റർ അറിയാവുന്നതുകൊണ്ടാണ് വി കൻ ജസ്റ്റ് സേ ഒരുപാട് പ്രാവശ്യം കഷ്ടപ്പെട്ട് ത്രൂ ഹാർഡ് വർക്ക്, നോട്ട് എക്സാക്ട്ലി ത്രൂ ഹാർഡ് വർക്ക്, ജസ്റ്റ് ബിക്കോസ് ഓഫ് ദി നെഗറ്റീവ് മോട്ടിവേഷൻ ദാറ്റ് ഹി ഗോട്ട് ഫ്രം ഹിസ് പാരൻസ്. അങ്ങനെയാണ് ഹി ഈസ് അറ്റൈനിങ് ദിസ്. ഒരുപാട് കാലത്തെ പരിശ്രമത്തിന് ശേഷമാണ് അവനത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം. ഇഫ് യു ആർ വെരി തറോ വിത്ത് ദി ചാപ്റ്റർ, ഇതൊക്കെ നിഷ്പ്രയാസം യു ക്യാൻ പ്ലേസ് ഇറ്റ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്. ആൻഡ് വൺ മോർ തിങ്, യു ഹാവ് ടു നോട്ട് ഡൗൺ ദി മാർക്സ് ആൻഡ് ദെൻ റൈറ്റ്. 1 മാർക്കിനുള്ളതിന് വലിയ പ്രബന്ധം പോലെ സാധനം എഴുതി പോകേണ്ട ആവശ്യമില്ല. ഇനി അതുപോലെ 2 മാർക്കിനുള്ളതിനാണെങ്കിൽ യു ഹാവ് ടു പ്ലേസ് 2 points. യു വിൽ ബി ഗെറ്റിംഗ് ദ മാർക്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കംസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദി സെൻറ്റൻസസ് സ്യൂട്ടബിൾ. ഇഫ് യു വർക്ക് ഹാർഡ്, അഗെയിൻ നമ്മുടെ ഇഫ് ക്ലോസ് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഫ് ക്ലോസ് ആണ്. ഇഫ് യു വർക്ക് ഹാർഡ്, അപ്പോൾ എന്തായിരിക്കും അപ്പുറത്തേക്ക് വിടുക? യു ഷാൽ വിൻ ഇൻ ദ എക്സാം. Will or shall or will, shall, can, etc. plus V1 form. So you should be familiar with that. Will, shall or may plus V1 form. Okay, work hard ആണ് പറഞ്ഞിട്ടുള്ളത്. If you work hard, V1 ലാണ് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് that is an example for if clause. Then if I had written the examination, had plus V3 if, it is also an example for if clause. Examination I, is it like will? No, if clause പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, I would or should or could or might have passed. അപ്പോൾ if clause 3 എണ്ണമാണ് മെയിൻ ആയിട്ട് വരുന്നത് if clauseൽ. So please do study that if clause. Okay, if you are not familiar with that, ഒരു പെർട്ടിക്കുലർ ഫോർമുല ഉണ്ട്. We have already discussed the formulas. അപ്പോൾ ആ ഒരു ഫോർമുല പ്ലേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ 2 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. Okay, now fill in the blanks with the suitable words. While the revision process dash going on, he made a trip to Switzerland. While the revision process dash, revision process നടന്നുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? He made a trip to Switzerland. While the revision process was, were, is or are. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് ഒമിറ്റ് ചെയ്ത് കളയാവുന്ന ആൾക്കാർ. അപ്പോൾ എങ്ങനെ അറിയാം? ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സെൻറ്റൻസ് പ്രസൻറ്റിലാണോ പാസ്റ്റിലാണോ. ഇറ്റ് ഡെഫിനറ്റ്ലി വിൽ ഹാവ് എ ക്ലൂ. എന്താ ഇതിൽ തന്നിട്ടുള്ള ക്ലൂ? നമ്മുടെ വേർബിനെ ഒന്ന് നോക്കിക്കേ. ഇറ്റ് ഇസ് ഇൻ V2 ഫോം അല്ലേ? മേക്കിൻ്റെ V2 ഫോമിലാണ് ഇത് കിടക്കുന്നത്. സോ മെയ്ഡ് ആണ് വന്നിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് ഇൻ പാസ്റ്റ്. അപ്പോൾ നമ്മുടെ ഈസിനെയും ആറിനെയും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. പ്രസൻറ്റിലാണത് വരിക. ഇനി നെക്സ്റ്റ് കംസ് വാസ് ഓർ വർ, 2 പാസ്റ്റിലെ ആൾക്കാരാണ്. വൈൽ ദ റിവിഷൻ പ്രോസസ്, റിവിഷൻ്റെ പരിപാടി. സോ ദിസ് ഇസ് കൺസിഡർഡ് ആസ് എ സിംഗിൾ എൻറ്റിറ്റി അല്ലേ? ഒരൊറ്റ കാര്യം റിവിഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ. റിവിഷനുകൾ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. സോ ദിസ് ഇസ് എ സിംഗിൾ വൺ. സോ വി ക്യാൻ ജസ്റ്റ് ആഡ് വാസ്. ഇനി റിവിഷൻസ് ആണെങ്കിൽ, പല സബ്ജക്റ്റിൻ്റെ റിവിഷൻസ് ആണെങ്കിൽ വിൽ ബി ഗോയിങ് ഫോർ ദിസ് വൺ. All right, now go for the second one. After my address, hundreds of hands dash raised for asking
questions. എൻ്റെ അഡ്രസ്സ് കഴിഞ്ഞപ്പോഴേക്കും ഡാഷ് റേസ്ഡ് ഫോർ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. എൻ്റെ അഡ്രസ്സ്, എൻ്റെ ആ ഒരു സ്പീച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറേ അധികം ആൾക്കാർ ദേ ജസ്റ്റ് റേസ്ഡ് ഹാൻഡ്സ് ഫോർ ദെയർ വാട്ട് എന്താ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ എങ്ങനെ നോക്കും? Is it in present or past? എങ്ങനെ കണ്ടുപിടിക്കാം? Again നമ്മുടെ വെർബിനെ നോക്കുക. റേസ്ഡ് ആണ്, V2 ഫോം ആണ്. സോ ദിസ് ഇസ് ഇൻ പാസ്റ്റ് ടെൻസ് ആണ്. അത് കണ്ടുപിടിച്ചു. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ അറിയുമ്പോൾ തന്നെ നമുക്ക് വാസം വേറും കട്ട് ചെയ്തു പോയി. ഇനി നമുക്കുള്ളത് ആരൊക്കെയാ? സോറി, വാസം വേറും കട്ട് ചെയ്തു പോയതല്ല, ഈസും ആറും കട്ട് ചെയ്തു പോയി. സോറി, ദിസ് ഇസ് ദർ. ദീസ് ആർ ദ റൈറ്റ് വൺസ്. ഇനി നമുക്ക് വാസ് ആണോ വേർ ആണോ? ഇതാ മൈ അഡ്രസ്, ആഫ്റ്റർ മൈ അഡ്രസ് ഹൺഡ്രഡ്സ് ഓഫ് ഹാൻഡ്, 100ഓളം കൈകൾ. അപ്പോൾ ഈസ് ഇറ്റ് ഓൺലി വൺ? ഒരു കൈയാണോ? നോ. അപ്പോൾ ഒന്നല്ല, വാസ് അല്ല. ദാറ്റ് ക്യാൻ ഓൾസോ ബി ക്യാൻസൽ. സോ ആൻസർ ഇസ് were. Hope that one is also clear. Now moving on to the next one. This we already discussed. We are just moving like this. Read the excerpt and answer the questions that follow. 4 marks ആണ് അതിന് വരുന്നത്. എന്താണ് question? The title of the lecture was question. And is the end in sight for theatrical physics? Hawking startled his listeners by announcing that he thought it was. He invited them to join him in a sensational escape through time and space to find the holy grail of science, the theory that explains the universe and everything what happens in it. നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ചാപ്റ്റർ എന്നുള്ളതാണ്. So what was the title of the lecture? The title of the lecture was a question. And what was the title? This is the title. Okay. And then how did Stephen Hawking startle his listeners? How did he startle? The answer is there. By announcing that he is thought it was. എന്താ ഈ പറഞ്ഞ സാധനം ആണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് he just made that title, അല്ലെങ്കിൽ he just surprised them. To find what Stephen Hawking invited his listeners through time and space. To find what? എന്ത് കണ്ടുപിടിക്കാനാണ് സ്റ്റീഫൻ ഹോക്കിംഗ് സാറിന്റെ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തത്? To find the ഹോളി ഗ്രെയിൽ ഓഫ് സയൻസ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തിക്ക് എന്ത് പഠിക്കണം? ഈ പറഞ്ഞ നമ്മുടെ പാസേജ് വായിച്ച് നോക്കും. അവിടെ തന്നെ വളരെ ആപ്റ്റായിട്ടുള്ള ആൻസേഴ്സ് നല്ല ഭംഗിയായിട്ട് അവിടെ തെളിഞ്ഞ് കിടപ്പുണ്ടാവും. നല്ല രീതിക്ക് ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു സ്കോർ മാർക്സ്. ഇനി നെക്സ്റ്റ് ഇതിലെ തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഇസ് ദ ഹോളി ഗ്രെയിൽ ഓഫ് സയൻസ്? ഇവിടെ നോക്കിയേ, വാട്ട് ഇസ് ദിസ് ഹോളി ഗ്രെയിൽ ഓഫ് സയൻസ്? ദ തിയറി ദാറ്റ് എക്സ്പ്ലെയിൻസ് യൂണിവേഴ്സ് ആൻഡ് എവറിത്തിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ഇറ്റ്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ പാസേജ് നോക്കി ആൻസർ ചെയ്യാനുള്ളതാണ്. We won't go much more into detail. Next we are moving. Read these lines and answer the questions that follow. ഒരു poem പാട്ടാണ് തന്നിട്ടുള്ളത്. The glories of a blood and state are shadows, not substantial things. There is no armor against fate. Death lays his icy hands on kings. Death the leveler. From which poem are these lines taken? ഏതാ? ഓൾറെഡി ഞാൻ എൻ്റെ ടൈറ്റിൽ പറഞ്ഞു കഴിഞ്ഞു, ഡെത്ത് ദ ലെവലർ. അപ്പോൾ ഒരു കാര്യയുടെ ഓർത്ത് വെച്ചോളൂ, ഓരോ പോയംസും ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നാണ് എടുത്തതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പോയംസ് ഒന്നും പറഞ്ഞിട്ടില്ല, ഇതുവരെയും വായിച്ചിട്ടില്ല എന്നിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ പെടും. ഈസി ആയിട്ട് ഒരു മാർക്ക് പോരുന്ന എവിടെ നിന്നാണെന്നൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഹാവ് ടു പ്ലേസ്, അല്ലെങ്കിൽ യു ക്യാൻ പ്ലേസ് ദ ടൈറ്റിൽ. അപ്പോൾ ഡെത്ത് ദ ലെവലർ ആണ്. ഫൈൻഡ് ഔട്ട് ദ ഫിഗർ ഓഫ് സ്പീച്ച് എംപ്ലോയിഡ് ഇൻ ദ ലാസ്റ്റ് ലൈൻ. ദ ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ്സ് ഓൺ കിങ്സ്. അവിടെ കൊടുത്തിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡെത്ത് ലേസ് ഇറ്റ്സ് ഐസി ഹാൻഡ്സ്. മരണം തൻ്റെ തണുത്ത കൈകൾ കൊണ്ടുവന്ന് കിങ്സിന്റെ മേലെ വെക്കും. ഈസ് ഇറ്റ് ലൈക്ക് മരണത്തിന് നല്ല തണുത്ത വിറച്ച കൈകളുണ്ടെന്നാണോ? നോ. സോ ഡെത്ത് ഇസ് പേഴ്സണിഫൈഡ്. മനുഷ്യന്റെ ഒരു പ്രത്യേക ക്വാളിറ്റി ഇറ്റ് ഇസ് ആട്രിബ്യൂട്ടഡ് ടു ഡെത്ത്. സോ ദാറ്റ് എക്സാമ്പിൾ, ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ പേഴ്സണിഫിക്കേഷൻ. Give a brief note on the theme of the poem. എന്താ, what is the theme of the poem? നമ്മുടെ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഡെത്ത് ദ ലെവലർ. ഡെത്ത് എല്ലാത്തിനെയും ലെവൽ ചെയ്ത് തരും. പാവപ്പെട്ടവനെന്നോ വലിയവനെന്നോ എന്നുള്ള നോട്ടമൊന്നും നമ്മുടെ ഡെത്തിനില്ല. സോ ഡെത്ത് ദ ലെവലർ, ഡെത്തിനെ പറ്റിയിട്ടാണ്. ഡെത്ത് ആസ് എൻ അൾട്ടിമേറ്റ് തിങ്. അപ്പോൾ ഡെത്ത് ഇസ് ഇൻ വൺ വിച്ച് ആർ നോട്ട് എസെൻഷ്യൽ തിങ്സ്. അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമല്ലാത്ത കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. ആ ഒരു പോയത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ എന്താണ് നമുക്ക് ഒട്ടും അത്യാവശ്യമല്ലാത്തത്? എപ്പോൾ വേണേലും മരണം വന്ന് നമ്മൾ എടുത്തുകൊണ്ട് പോകാം. സോ ദി earthly glories, അല്ലെങ്കിൽ നമ്മൾ ഭൂമിയിൽ ഒരു കൂട്ടി വെക്കുന്ന പൊസിഷൻസ് ഒന്നും ഇറ്റ് ഇസ് നോട്ട് നെസസറി ഫോർ us, ബിക്കോസ് നമ്മൾ മരിക്കുമ്പോഴേക്കും നമ്മളുടെ കയ്യിലുള്ള സ്വർണ്ണമോ പൈസയോ ഫേമസോ അല്ലെങ്കിൽ ആ ഫെയിമോ ഒന്നും നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകില്ല. സോ എവറിഥിങ് ദാറ്റ് ഈസ് earthly പൊസിഷൻസ് ആർ ഓൾ unnecessary things. Any
Next comes prepare 3 instructions on mobile phone usage. Instructions ആണ് നമ്മൾ നേരത്തെയും ഇതുപോലെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാമ്പിൾ ഡോണ്ട് റിവീൽ യുവർ പാസ്വേഡ് ടു എനി വൺ. ഇവിടെ മൊബൈൽ യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ഡോണ്ട് സ്പെൻഡ് ടു മച്ച് ടൈം ഓൺ ഫോൺ. You should be very safe, അല്ലെങ്കിൽ you should take care of your phone when you're handing over that to others. Then you shouldn't share the passwords with others. കോമൺ ആയിട്ടുള്ളത് ഒരു കോമൺ സെൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ you will be able to place appropriate sentences, instructions. And next comes answer the following questions. Each question carries 4 scores. എന്താ edit the following passage. ഒന്നാമത്തത് editing the passage ആണ്. 4 മാർക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ എന്താ young friends, let me discuss to you, how can you be unique? I have so far met 15 million youth of a decade's time. I learned every youth want to be unique. That is you. ഒരു 2-3 ലൈൻസേ അവിടെ ഉള്ളൂ. 4 മാർക്കാണ് അത് നമുക്ക് കിട്ടുക. So how will you edit that? എങ്ങനെയാണ് എഡിറ്റിംഗ് അവിടെ വരിക? So what can be the editing? അവിടെ എന്താ എഡിറ്റിംഗ് നടക്കുക? Discuss to the young friends. Let me discuss to എന്നല്ല നമ്മൾ ഒരിക്കലും പറയാറ്. Let me discuss with you. ഈ 2 നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. Let me discuss with you. Then youth of എവിടെ, where is that? Youth of എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. Do we usually say it as youth of? Youth of എന്ന് പറയാം youth in a decade's time. Youth in a decade's time. And then what happens? Decade എന്നുള്ളത് ഡെക്കേഡിന്റെ പ്രശ്നം എന്താ? ഡെക്കേഡ്സ് ടൈം എന്ന് പറഞ്ഞാൽ ഇത് കുറേ ഡെക്കേഡ്സ് എന്നാണ്. ഇതിവിടെ ഡെക്കേഡ്, ആ ഡെക്കേഡ്സിൻ്റെ ഇൻ്റെ അപ്പസ്ട്രോഫി എസ് ആണ് അവിടെ വരുന്നത്. ഡെക്കേഡ്സ് ടൈം. Then what comes? Every youth's want. അവിടെ എന്താ ഒരു ബുദ്ധിമുട്ട്? എവറി യൂത്ത്സ് നമ്മൾ കൊടുക്കുമോ? യൂത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് എ കളക്റ്റീവ് വൺ. സോ എസ് ഇസ് നോട്ട് നീഡഡ്. എവറി യൂത്ത് വാണ്ട്സ്. എവറി യൂത്ത് വാണ്ട്സ്. ഈ യൂത്ത് എന്ന് പറഞ്ഞ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്, സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ വി ഹാവ് ടു പ്ലേസ് അവർ വെർബ് ആസ് ഓൾസോ എ സിംഗുലർ വൺ. Be unique, that is you. All right, so we have done that too. Editing is also over. Now shall we go for the next one? And the question and the Jane Hawking, Stephen Hawking's wife, was a major helping hand to Stephen Hawking. She is arriving at your school to inaugurate a science fair. As editor of your school, ask for some interview questions. Jane Hawking അവർ നിങ്ങളുടെ സ്കൂളിലേക്ക് വരാണ് സയൻസ് ഫെയറിൻ്റെ ഇനാഗുറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അവരെ ഇൻ്റർവ്യൂ ചെയ്താൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. സോ വെനെവർ യു ആർ ആസ്കിംഗ് ഫോർ അല്ലെങ്കിൽ ഗോയിങ് ഫോർ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, ഇറ്റ് ഷുഡൻ ബി പേഴ്സണൽ. ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം മെയിനായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ മെയിൻ പോയിന്റ്. ഓക്കെ, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് പ്ലേസ് ചെയ്യുക. ഓപ്പൺ എൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് യെസ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റാത്ത. ഇപ്പം നിങ്ങൾ ചോദിക്കുക അതങ്ങനെ ചെയ്തിരുന്നോ? യെസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എൻ ഓപ്പൺ എൻഡഡ്, ഇറ്റ്സ് എ ക്ലോസ്ഡ് എൻഡ് വൺ. ഒരു പെർട്ടിക്കുലർ ആൻസർ മാത്രമേ അതിന് കിട്ടുള്ളൂ. ബട്ട് അവർക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിച്ച് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വേണം. അതിനാണ് നമ്മൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഓക്കെ, സോ തിങ്സ് റിലേറ്റഡ് ടു ദെയർ ഫ്യൂച്ചർ അല്ലെങ്കിൽ അവരുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ യു ക്യാൻ പ്ലേസ് ഇൻ ഇറ്റ്. പേഴ്സണൽ ക്വസ്റ്റ്യൻസ് പരമാവധി ഒഴിവാക്കുക. ബിക്കോസ് ആൻ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അബൌട്ട് ദ ഫ്യൂച്ചർ, അബൌട്ട് ദ ഇൻസിഡൻസ് ദാറ്റ് ആർ റിയലി മോട്ടിവേഷണൽ, അങ്ങനത്തെ കാര്യങ്ങൾ പൊതുവെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓൾ റൈറ്റ്, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോഴേക്കും ശ്രദ്ധിക്കാനുള്ളത്. ദെൻ മൂവിങ് ഓൺ, പ്രിപ്പയർ എ ഷോർട്ട് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ആലിസ് മാർഗരറ്റ് ക്രിഫോർഡ്. അറിയാലോ ആലിസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ മിസ്റ്റർ ഗുപ്തേനെ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തോട് കുറച്ച് കൂട്ടാവുന്നത്. അവളുടെ ഒരു ക്യാരക്ടർ സ്കെച്ച്. ഷി വാസ് ആക്ച്വലി എ ഹാർഡ് വർക്കിംഗ് ഗേൾ. ഷി വാസ് ലവ്ലി. ഷീ റിയലി ഹാസ് ടേക്കൺ കെയർ ഓഫ് ഹർ മദർ. ഷീ റിയലി ലവ്സ് ഹർ ബ്രദർ. ഇക്കാര്യങ്ങളൊക്കെ അവളുടെ ഒരു ക്യാരക്ടർ സ്കെച്ചാണ്. അപ്പം വി ഡസൻറ്റ് ഹാവ് ടു ഗോ ഫോർ എനി അതർ ഡീറ്റെയിൽസ് ഫ്രം ഔട്ട്സൈഡ്. എല്ലാം നമ്മുടെ ടെക്സ്റ്റിൽ നിന്നുള്ള പോയിന്റ്സ്. അവളുടെ ഫിസിക്കൽ അപ്പിയറൻസും ആവട്ടെ അല്ലെങ്കിൽ അവളുടെ ക്യാരക്ടർ ബിഹേവിയറൽ അപ്പിയറൻസ് ആവട്ടെ, എല്ലാം നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റോറിയിൽ വെച്ച് ആലിസിനെ എങ്ങനെ അറിയാം എന്നുള്ള രീതിക്ക് വെച്ചിട്ട് വേണം നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻസ് പോകാൻ. ഓക്കെ, യു ക്യാൻ ഗിവ് ദ ടൈറ്റിൽ ആൻഡ് ദെൻ ഇന്ന ചാപ്റ്ററിൽ നിന്നുള്ള കുട്ടിയാണ് ആലിസ് എന്ന് പറഞ്ഞിട്ട് വേണം യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ദിസ് വൺ. Any next one is during a school tour into Punjab, you meet Mr. Gupta. You inquired about Frank's burial place. Prepare a conversation that takes place between you and Mr. Gupta.
അപ്പം ഫ്രാങ്ക് നമ്മുടെ ആലിസിൻ്റെ ബ്രദറാണ്. അദ്ദേഹത്തിൻ്റെ അടക്കിയിരിക്കുന്ന ബറിയൽ പ്ലേസിനെ പറ്റിയിട്ട് നിങ്ങൾ തമ്മിൽ യു ഹാപ്പൻ ടു മീറ്റ് മിസ്റ്റർ ഗുപ്ത. അപ്പം നിങ്ങൾ തമ്മിലുണ്ടാകുന്ന ഒരു കോൺവെർസേഷൻ, വാട്ട് ക്യാൻ ബി ദറ്റ് ലൈക്ലി കോൺവെർസേഷൻ. അപ്പോൾ അവിടെ മെയിനായിട്ട് വരേണ്ടത് നിങ്ങൾക്ക് സുഖമാണോ എന്നുള്ള കോൺവെർസേഷൻ അല്ല, പകരം ഈ പറഞ്ഞ ഫ്രാങ്കിനെ പറ്റിയിട്ടുള്ള ടോക്സ് വരാം, ആലിസിനെ പറ്റിയിട്ടുള്ള ഫ്രാങ്കിനെ എവിടെയാണ് അടക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്ലേസിനെ പറ്റിയിട്ടുള്ള കോൺവെർസേഷൻ ആയിരിക്കണം നിങ്ങളുടെ ആ ഒരു കോൺവെർസേഷനിൽ കൂടുതലായിട്ടും വരേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ആലിസ് എങ്ങനെ ഇരിക്കുന്നു അങ്ങനെയല്ല ഒരു കോൺവെർസേഷൻ അല്ല, നമ്മുടെ കോണ്ടെക്സ്റ്റിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് കൊടുക്കാം. ക്വസ്റ്റ്യൻ ടാഗ്സ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ്. കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അപ്രോപ്രിയേറ്റ് ആയിട്ട് വേണം അടുത്തയാൾ പറയുന്ന ആൻസർ വരാൻ. അല്ലെങ്കിൽ ഒരാൾ എന്തോ ക്വസ്റ്റ്യൻ ചോദിച്ചു, അടുത്ത അയാൾക്ക് തോന്നുന്ന രീതിക്ക് ഒരു ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വോണ്ട് ബി എ കോൺവെർസേഷൻ. ഓക്കെ, സോ പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദോസ് തിങ്സ്. ആൻസറിനും ക്വസ്റ്റ്യനും തമ്മിൽ ആ ഒരു റിലേഷൻ എങ്ങനെയാണെങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, the next one is the garlands wither you on your brow, and then boast no more your mighty deeds upon death's purple altar now, and see whether the victim bleeds. Elaborate on the idea conveyed in the lines. അറിയാലോ ഏത് ചാപ്റ്റർ ആണെന്ന് മനസ്സിലായി. And you have to describe the ideas conveyed in these lines. എന്താണ് ഐഡിയ കൺവേ ചെയ്തിട്ടുള്ളത്? The garlands withered on your brow, then boast no more about your mighty deeds. മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും നിങ്ങളെ പ്രൈസ് ചെയ്യാൻ വരില്ല. And then upon death's purple altar now, see where the victim bleeds. മരണത്തിന് മുമ്പിൽ വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നുമില്ല. All of them are victims. And ഇതിന് മുന്നേ വലിയ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര സംഭവമാണെന്നൊന്നും മരണത്തിന് മുന്നിൽ ആരും കണക്കാക്കില്ല. All of them are similar. All of them are equal in front of death. Elaborate on the idea conveyed in these lines. Our idea, I just placed it now. It is also for having 4 marks. Prepare a short character sketch on young seagull. Again, first flight character sketch. He was a lazy one. തുടക്കത്തിലൊക്കെ lazy ആണ്. He's not taking any initiatives to do. And he doesn't have, അല്ലെങ്കിൽ അവൻ ഈ പറയുന്ന ആൾക്കാർ കൊടുക്കുന്ന മോട്ടിവേഷൻ ഒന്നും റൈറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ബട്ട് ഫൈനലി ഹി മേക്സ് അല്ലെങ്കിൽ ഒരു എഫേർട്ട് നടത്തുന്നുണ്ട്. ആൻഡ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ് എഫേർട്ട് he succeeds. Okay, അപ്പോൾ ലാസ്റ്റിലേക്കാണ് എഫേർട്ട് വരുന്നത്. ബട്ട് ഹിസ് പാരന്റൽ ഇൻഫ്ലുവൻസ് ഇറ്റ് ഈസ് ഓൾസോ വെരി ഗ്രേറ്റ്. ഓക്കെ, അതുകൊണ്ട് മാത്രം ഈ പുറകിൽ നിന്ന് തള്ളി 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 മരം കയറ്റുക എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു ആളാണ് നമ്മുടെ സീഗൽ. അപ്പം അതിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ദാറ്റ് ഈസ് ഓൾസോ ഫെമിലിയർ ഫോർ us. Then നമ്മുടെ പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്. പോയിന്റ്സ് ഹിൻസ് ആർ ഗിവൻ ദർ. ഓൾറെഡി പറഞ്ഞ പോലെ യു ഹാവ് ടു ഗിവ് ദ ടൈറ്റിൽ, ആരുടെയാണ് എന്നുള്ളത് കൊടുക്കുക. APJ അബ്ദുൽ കലാമിൻ്റെയാണ് പ്രൊഫൈൽ വന്നിട്ടുള്ളത്, ടൈറ്റിൽ കൊടുക്കുക. പോയിന്റ്സ് ഹിൻസ് ഷുഡ് ബി ദർ ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ. മരണം ആദ്യം കൊടുത്തേക്കരുത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ ബഹുമതികൾ അവാർഡ്സ് ഒന്നും ആദ്യം നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ഗോ ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കൺജങ്ഷൻസ് ഉപയോഗിച്ച് നിങ്ങളുടെ സെൻറ്റൻസസിനെ മിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് കംസ് വേറെ എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ്. APJ അബ്ദുൽ കലാം ഒക്കെയാണ്, അദ്ദേഹത്തിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ യു ക്യാൻ ഇൻക്ലൂഡ് യുവർ ഓൺ പോയിന്റ്സ് ആസ് വെൽ. അറിയുന്ന ഫാക്ട്സ് ആയിട്ടുള്ള പോയിന്റ്സും നിങ്ങൾക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പോവാം. ഓക്കെ, and next one is the young boy who asked questions to APJ Abdul Kalam was nervous. You would like to motivate him by saying the importance of getting confidence in life. Write an email incorporating ideas of confidence and building measures. അപ്പോൾ ഇറ്റ്സ് എൻ ഇമെയിൽ റൈറ്റിംഗ്. അവിടെ നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ള ആ ഒരു രീതിക്ക് വേണം നിങ്ങളുടെ ഇമെയിൽ റൈറ്റിംഗ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇമെയിലിന് ഫ്രം ഷുഡ് ബി ദർ ടു, അത് രണ്ടും ഇറ്റ് ഷുഡ് ബി ടു ആൻ ഇമെയിൽ അഡ്രസ്. ഒരു ഇമെയിൽ അഡ്രസ്സിലേക്കാണ് നിങ്ങളത് അയക്കുന്നത്. ദെൻ നെക്സ്റ്റ് കംസ് സബ്ജക്ട് ഷുഡ് ബി ദർ. നമ്മുടെ കോണ്ടന്റ് ഭാഗം പ്രസന്റ് ചെയ്യുക. യു ക്യാൻ ഓൾസോ ഗിവ് എ സബ്സ്ക്രിപ്ഷൻ. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങളൊരു ബോയ് അബ്ദുൽ കലാമിൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചാൽ കുട്ടി വളരെ നെർവസ് ആയിരുന്നു, നമുക്കറിയുന്ന കാര്യമാണ്. അപ്പം ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് കോൺഫിഡൻസിനുണ്ട്, നോട്ട് ഓൺലി ആ ഒരു ഇൻസിഡൻറ്റ് വെച്ച് നിങ്ങൾക്ക് അത് എഴുതാം. ഇനി അതല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് കോൺഫിഡൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് ലൈക്ക് എ മോട്ടിവേഷൻ തിങ് അല്ലേ. ഒരു മോട്ടിവേറ്റിംഗ് ടോണിലായിരിക്കണം നിങ്ങളുടെ ആ ഒരു ഇമെയിൽ പോകാൻ. അപ്പോൾ ഇനി കോൺഫിഡൻസ് അറ്റൈൻ ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആ പോകുന്ന വഴിക്കും യു ക്യാൻ ഓൾസോ മെൻഷൻ ഇൻ ദിസ് പെർട്ടിക്കുലർ ഇമെയിൽ. ഓക്കെ, so email writing is over. Then next one is prepare a brief note on parenting. The question is, the young seagull's mother was sad about her child's failure in flying. Later she motivated him to fly. Do you think that the parents are the real force behind her achievements? പേരൻറ്റിങ്ങിനെ പറ്റിയിട്ട് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അല്ലേ, ഹെലികോപ്റ്റർ പേരൻറ്റിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് എപ്പോഴും അച്ഛൻ്റെയും അമ്മയുടെയും കീഴിൽ അച്ഛനും അമ്മയും പറയുന്നത് മാത്രം, അല്ലെങ്കിൽ മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതൊക്കെ പൊത്തി പിടിച്ചുകൊണ്ട്
പാരന്റ് നമ്മുടെ ഐശ്വര്യ റായി ഒക്കെ ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം നേരിട്ടിട്ടുള്ള ഈ ഒരു പറഞ്ഞ ഒരു പാരന്റിങ്ങിന് വേണ്ടിയിട്ട് മോളെ എവിടെയും കൊണ്ടുപോകാതെ എപ്പോഴും തൻ്റെ ചിറകിൻ്റെ കീഴിൽ മാത്രം ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ടൈപ്പ് ഓഫ് പാരന്റിങ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അതോറിറ്റേറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് ലോട്ട് ഓഫ് പാരന്റിങ് സ്റ്റൈൽസ് ആർ ദർ. അപ്പം ഇത്തരത്തിലുള്ള പാരന്റിങ്ങിനെ പറ്റിയിട്ട് നിങ്ങളൊരു ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിനൊരു ഇൻട്രോ കൊടുക്കാം. പാരന്റിങ് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് കൊടുക്കാം. എങ്ങനെയായിരിക്കണം പാരന്റിങ്, ഡിഫറെൻറ്റ് പാരഗ്രാഫ്സ് ക്യാൻ ബി ഗിവൻ. പിന്നെ ഇറ്റ് ഇസ് ഓൾ ഓഫ് 6 marks. പാരഗ്രാഫ്സ് പ്ലേസ് ചെയ്യാം. എന്നിട്ട് എങ്ങനെയായിരിക്കണം പാരന്റിങ് ടിപ്സ് ക്യാൻ ബി ഗിവൻ. ഇനി ഇതെല്ലാം യു ക്യാൻ ജസ്റ്റ് ഗിവ് ദാറ്റ് ഫ്രം ദി കോണ്ടെക്സ്റ്റ് ഓഫ് യങ് സീഗൾസിൻ്റെ സ്റ്റോറി. ആ സ്റ്റോറിയുടെ ബേസിൽ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് ആ സീകൾ നല്ല മോട്ടിവേഷൻ ഉണ്ടായതുകൊണ്ടാണ്, പേരൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായതുകൊണ്ടാണ് സീകൾ ഇങ്ങനെയൊക്കെ ആയി മാറിയത് എന്ന് പ്ലേസ് ചെയ്തുകൊണ്ട് ആ ഒരു ക്ലാരിറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പം എന്തെങ്കിലും ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോറി വെക്കുമ്പോഴേക്കും കുറച്ചും കൂടെ സംഭവം ക്ലിയർ ആവും. ആ ഒരു ക്ലാരിറ്റി ആൾക്കാരിലേക്ക് എത്തും. സോ ഇറ്റ് ഷുഡ് ഓൾസോ ബി നോട്ടഡ്. ഇനി നെക്സ്റ്റ് കംസ് ദി നെക്സ്റ്റ് വൺ. പാരന്റിങ്ങിനെ പറ്റിയിട്ടുള്ള നോട്ട് ഇസ് ഓൾസോ ഓവർ. Now, Stephen Hawking was a supernova of world physics. He came to the level by overcoming his crippling disease. Write a paragraph on Stephen Hawking's disease and his never ending struggle. സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ ചാപ്റ്ററിൽ നിന്നാണ് ഇതിന് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ഇതിൽ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പം അദ്ദേഹത്തിൻ്റെ അസുഖം, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു അസുഖത്തെ പറ്റിയിട്ട് ബട്ട് സ്റ്റിൽ ഹീ അറ്റൈൻഡ് സക്സസ്, ഡിഫറെൻറ്റ് ലെവൽസ് ഇൻ ഹിസ് ലൈഫ്. അദ്ദേഹം മരിച്ചിട്ട് ഒരുപാട് കാര്യമൊന്നും ആയിട്ടില്ല. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡിസീസസ് എന്നുള്ളതിനെ പറ്റിയൊക്കെ യു ഷുഡ് ഹാവ് എ വെരി ക്ലിയർ ഐഡിയ. അപ്പം ഇറ്റ് ഇസ് ഓഫ് ദ 25th ക്വസ്റ്റ്യൻ. അപ്പം ഡിസീസിനെ പറ്റി അപ്പം എന്ത് ചെയ്യണം? നമ്മുടെ ചാപ്റ്റർ ഇറ്റ്സ് എ പ്രെറ്റി ബിഗ് വൺ, കുറച്ച് ബിഗറായിട്ട് നമുക്ക് തോന്നിയേക്കാം. ബട്ട് സ്റ്റിൽ യു ഷുഡ് ബി വെരി തറോ വിത്ത് വാട്ട് ഓൾ തിങ്സ്. എപ്പോഴാണ് അയാളുടെ ലൈഫിലേക്ക് ഓരോരുത്തർ കടന്നു വരുന്നത്, എപ്പോഴാണ് ഈ ഡിസീസസ് തുടങ്ങുന്നത്, പല പല ഡിസീസ്. ആദ്യം ഒരു ഡിസീസിനെ വലിയ കാര്യമായിട്ട് വകവയ്ക്കാതെ പോകുന്നുണ്ട്, പിന്നീടാണ് അത് കൂടുതൽ കോർഡിനേഷനിലേക്കൊക്കെ ബാധിക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ യു ഹാവ് ടു പ്ലേസ് ഇറ്റ്. ഓക്കെ, പിന്നെ അവിടെയും ഈ പറഞ്ഞ പോലെ നിങ്ങൾ എത്രത്തോളം ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു, എത്രത്തോളം നിങ്ങളുടെ ഐഡിയാസ് കോംപ്രിഹെൻസീവായിട്ട് പോകുന്നു എന്നുള്ളതിനൊക്കെ യു വിൽ ബി ഹാവിങ് മാർക്സ്. Okay, then next comes, imagine that you are the leader of NSS unit in your school. As part of Gandhi Jayanti celebration, the NSS unit has decided to clean the Panchayat office compound. Draft a letter to the Panchayat secretary seeking his permission to clean the compound. What type of letter is that? Panchayat secretary kana. Is it a friendly letter? Dear sir എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ആണ് എഴുതുക? No, it is a formal letter. It should have a from address, date, to address, subject, then the content of that one, then the subscription. Last part should also be there. Okay? Do I have to explain it again and again? From address kodukka, date, to, and subject, then dear sir salutation. Dear sir salutation, നമ്മുടെ content കൊടുക്കുക. Towards the last, yours sincerely, നമ്മൾ എന്നതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലെറ്റർ പ്ലേസ് ചെയ്യുക. എല്ലാം ഇറ്റ് ഷുഡ് ബി നിയർ ടു ദി മാർജിൻ. And next comes one more letter drafting. The purpose is different, but നമ്മുടെ ഫോമാറ്റ് സിമിലർ ആയിട്ടാണ് വരുന്നത്. So the letter is to Maggie is working as a typist in the civil service store and cleaning on insufficient salary. Seeing her pathetic condition, you would like to write a letter to the head of the civil service stores department requesting him to increase her salary. നമ്മുടെ മാഗി വളരെ കുറഞ്ഞ തുകയിലാണ് ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു സഹായം എന്നുള്ള രീതിക്ക് അവളുടെ സാലറി കുറച്ചുകൂടെ ഒന്ന് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് യു ആർ റൈറ്റിംഗ് എ ലെറ്റർ. ഇറ്റ് ഇസ് ഓൾസോ എ ഫോമൽ ലെറ്റർ. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഫോമാറ്റ് അറിയെങ്കിൽ നിങ്ങൾ വിൽ ബി ഏബിൾ ടു സ്കോർ എ പെർട്ടിക്കുലർ മാർക്ക്. ബട്ട് ദ നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് നിങ്ങൾക്ക് തന്നിട്ടുള്ള കോണ്ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇവിടെ എന്തോ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വേറെ എന്തോ രീതിക്കാണ് നിങ്ങളുടെ കോണ്ടെക്സ്റ്റ് എഴുതുന്നതെങ്കിൽ ഇറ്റ് ഇസ് ഓഫ് 6 marks. യു വോണ്ട് ബി ഏബിൾ ടു ഗെറ്റ് മാക്സിമം മാർക്സ്. എന്താണെന്നുള്ള കോണ്ടെക്സ്റ്റ് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഫ്രം അഡ്രസ്സ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ടു അഡ്രസ്സ് എവിടെയൊക്കെ കൊടുക്കേണ്ടത്? ഹെഡ് ഓഫ് ദി സിവിൽ സർവീസ് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചേട്ടന് കൊടുക്കുക എന്നല്ല നമ്മൾ എഴുതേണ്ടത്. ഇറ്റ് ഇസ് ടു ദിസ് ഹെഡ്. ആ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷനാണ് നിങ്ങൾ ഈ ഒരു ലെറ്റർ എഴുതുന്നത്. അപ്പം ആ കാര്യം ഓർത്ത് വെക്കുക. കറക്റ്റായിട്ട് എന്താണ് ലെറ്ററിൻ്റെ പേർപ്പസ് എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിട്ട് വേണം യു ഹാവ് ടു പ്ലേസ് യുവർ തിങ്സ്. ഓക്കെ, hope that one is also clear for you. Now we are moving on to the 28th question. It carries 8 marks. Essay question aanu. It's a speech.
What particular speech is that? Your school's high school section is organizing a particular motivation class for the students who will attend the arriving SSLC public exam. നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും അല്ലേ? Sorry, you're in +1, sorry. And you're getting a chance to speak on that occasion. Draft the speech to deliver on that occasion. SSLC കുട്ടികൾക്ക് എക്സാമിന് അടുപ്പിച്ച് ഒരു മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങൾക്കും അതിൽ സംസാരിക്കാൻ അവസരം കിട്ടുകയാണ്. സോ ഡ്രാഫ്റ്റ് എ സ്പീച്ച്, മോട്ടിവേഷൻ സ്പീച്ചാണ്. അഗെയിൻ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഈ പറഞ്ഞ മോട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പീച്ച് നമ്മൾ കണ്ടിരുന്നു. അപ്പം സ്പീച്ചാണ്. ഗ്രീറ്റിംഗ് ഷുഡ് ബി ദർ, സല്യൂട്ടേഷൻ ഷുഡ് ബി ദർ, ഒരു പ്രോപ്പർ ഇൻട്രോ, then subsequent paragraphing, conclusion. Quotes can also be given to make that interesting. ഓക്കെ, അപ്പോൾ സ്പീച്ച്, അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ഈ പാറ്റേൺ ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു സാധനം വരുന്നത് ഒരു മോട്ടിവേഷൻ, കോൺഫിഡൻസ്, ഇതിനൊക്കെ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ? അപ്പം 2 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോഴേക്കും മനസ്സിലായി ഈ പറഞ്ഞ ആ ഒരു ഏരിയയിൽ നിന്ന്, അല്ലെങ്കിൽ എങ്ങനെ മോട്ടിവേഷൻ അല്ലെങ്കിൽ കോൺഫിഡൻസ് അറ്റൈൻ ചെയ്യാം എന്നുള്ള രീതിക്ക് ഒരു ലെറ്ററോ അതല്ലെങ്കിൽ ഒരു സ്പീച്ചോ ഒക്കെ വളരെയധികം പോസിബിളാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഇപ്പോൾ മോട്ടിവേഷനായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഒരു 1-2 കോട്ട്സ് ഒക്കെ കണ്ടുപിടിച്ച് വെക്കുക. ടു മേക്ക് യുവർ എസ്സേസ് മച്ച് മോർ ബ്യൂട്ടിഫുൾ, അട്രാക്റ്റീവ് ആക്കാം. അപ്പോൾ ടീച്ചേഴ്സൊക്കെ വെച്ചിട്ട് ഓ മൈ ഗോഡ്, നൈസ് കോട്ടൊക്കെ വെച്ചിട്ടാണല്ലോ തുടങ്ങിയത്, സോ ദിസ് ഗേൾ നോസ് അല്ലെങ്കിൽ ദിസ് ബോയ് നോസ് പ്രെറ്റി വെൽ അബൌട്ട് ദിസ് ടോപ്പിക് എന്നൊക്കെ ദേ വിൽ ഫീൽ. നമ്മുടെ എക്സാമിനേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ എക്സാം പേപ്പേഴ്സ് നോക്കുന്ന ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്കാരെ യു ക്യാൻ ഇംപ്രസ് വിത്ത് സച്ച് ടിപ്സ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. കുറച്ച് 2-3 കോട്ട്സ് ഒക്കെ ഓൾറെഡി ഒന്ന് നമുക്ക് ഈ ഒരു പാറ്റേൺ മനസ്സിലായതുകൊണ്ട് തന്നെ അങ്ങനത്തെ 2-3 കോട്ട്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി വാട്ട് കംസ് നെക്സ്റ്റ്? ഇനി അടുത്തത് എന്താ നോക്കാം. 29th one, it is like a prepare an essay. നോൺ വയലൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു എസ്സേ ആണ് പറയുന്നത്. ഓൺ വാട്ട് ഒക്കേഷൻ? ഗാന്ധി ജയന്തി, ഓൺ ഇന്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ്. അപ്പോൾ അവിടെ the rate of violence is increasing rapidly. And Gandhi's ahimsa philosophy can reduce the rate of violence. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് you have to write an essay. അപ്പോൾ നമ്മൾ and then Gandhi came എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ we are studying about different philosophies of Gandhi. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് you can just place this essay. അതല്ലാണ്ട് ഈ അഹിംസ അല്ലെങ്കിൽ നോൺ വയലൻസ് എന്ന് തന്നെ പറഞ്ഞാൽ you will be just like കുറേയധികം കാട് കയറി പോകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല സാധനങ്ങൾ, അതായത് ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ എസ്സേസ് നിങ്ങൾക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ ആക്കാം. എസ്സേ ആണ്, ടൈറ്റിൽ ഇസ് എ മസ്റ്റ് തിങ്. അതിന് സബ് ടൈറ്റിൽസ് നിങ്ങൾക്ക് കൊടുക്കാം. ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം. കോട്ട്സ്, അഗെയിൻ കോട്ട്സ് ക്യാൻ ബി ഗിവൻ. ഗാന്ധിജിയുടെ കോട്ട്സ് ഒക്കെ അറിയാമെങ്കിൽ അത് പ്ലേസ് ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ നോൺ വയലൻസ്, അതുപോലെ തന്നെ അഹിംസ, രണ്ടും സെയിം മീനിങ് ആണ്. ആ ഒരു ഫിലോസഫീനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കാം. എങ്ങനെയാണ് അദ്ദേഹം അതിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ചെയ്തിരുന്നത് എന്നൊക്കെ പറഞ്ഞ പല പാരഗ്രാഫ്സ്. ഒറ്റ പാരഗ്രാഫിൽ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടെ ഫിനിഷ് ചെയ്യാൻ നോക്കരുത്. ആൻഡ് ദാറ്റ് വുഡ് ബി റബിഷ്. അത് മാർക്സ് നമ്മളെ സ്കോർ ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് പിന്നോട്ട് വലിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് പാരഗ്രാഫ്സ് ക്യാൻ ബി പ്ലേസ്ഡ് towards the end, conclude all the points. നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് സമ്മറൈസ് ചെയ്ത് അതിനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കുക. ഓക്കെ, സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദിസ് വൺ. എസ്സേ ആണ്. ഇനി നെക്സ്റ്റ് വൺ മോർ ക്വസ്റ്റ്യൻ. അവിടെ ഹിൻസ് ഓൾറെഡി, നിങ്ങൾക്ക് അതല്ല, ഓൾറെഡി ഹിൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് നമ്മൾ ഗാന്ധിജീനെ പറ്റിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് കൊടുക്കാം. ദ നോൺ വയലൻസ് ഇസ് ദർ, പ്രൊട്ടസ്റ്റ് shall be that is your country, no high class, low class people, communities live in perfect harmony, no untouchability, Indian culture, inclusiveness എന്താ? എല്ലാവരും ഉള്ളിലേക്ക് വരണം, അല്ലെങ്കിൽ ഒരു കൂട്ടർ മാത്രം പുറത്ത് നിൽക്കണം, അല്ലെങ്കിൽ ഒരു കൂട്ടർ മാത്രം ഉള്ളിലേക്ക് എന്നുള്ളൊരു പോളിസി അല്ല. എവ്രിവൺ ഷുഡ് ബി ഇൻക്ലൂഡഡ്. റിലീജിയസ് യൂണിറ്റി, എമറ്റി, എല്ലാവരും ഒരുപോലെ നിൽക്കണം, വിതൗട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് എനി റിലിജൻസ്. ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം വെച്ചിട്ട് യു ക്യാൻ പ്ലേസ് എൻ ഓസം എസ്സേ. അപ്പം അത്തരത്തിലുള്ള ഹിൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 8 മാർക്സിൻ്റെയാണ്. Paragraph division should be there. Okay, so that's it. Now we are moving on to the next thing. അടുത്ത എന്താ നോക്കിയേ? Read the poem given below and write a critical appreciation of it. Okay, അപ്പോൾ ഒരു poem തന്നിട്ടുണ്ട്. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും നിങ്ങൾക്ക് വരുന്ന പോയംസും. അപ്പം ഇവിടെ നമ്മുടെ പോയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇറ്റ് ഇസ് സംതിങ് റിലേറ്റഡ് ടു ഡെത്ത്. ഡെത്ത് ഇസ് ഫോർ എവർ. ഇറ്റ്സ് ബൈ ബ്രാൻഡി യങ്. ആൻഡ് സോ ഡോണ്ട് ഫ്ലേർട്ട് വിത്ത് സൂയിസൈഡ്. ഡെത്ത് ഇസ് പെയിൻഫുൾ. സോ സ്റ്റേ അവേ ഫ്രം നൈസ്. ആൻഡ് ഡെത്ത് ഇസ് നോട്ട് ഫോർ ലവേഴ്സ്. സോ ഡോണ്ട് ലൈ. ഡെത്ത് ഇസ് നോട്ട് ഫോർ മീ. സോ ഡോണ്ട് ഈവൻ ട്രൈ. Death is clever, so be careful. Death is never fun. Stay away from strangers. Death is never pleasing, so don't get enough up with the hype. Death is never fair, so get used to it. Death is always occurring, so don't ignore it.
Death is never what you expected. Sorry, but it has to happen. Death is not for you. Please don't give up. Death is forever. Don't forget it. A very nice one. നമ്മുടെ ഡെത്ത് ദ ലെവലർ പോയമായിട്ടൊക്കെ കമ്പൈൻ ചെയ്ത് ഈ ഒരു ലെവലിൽ പോകുന്ന ഒരു പോയമാണ്. ഇറ്റ് ഇസ് ഓൾസോ അബൌട്ട് ഡെത്ത്. ഡെത്ത് എങ്ങനെയാണ്, നമ്മൾ ഡെത്തിനെ എങ്ങനെ എക്സ്പെക്ട് ചെയ്യരുത്, ഇന്നത്തെ ജനറേഷന് കറക്റ്റായിട്ടൊരു മെസ്സേജ് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു പോയമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്രിസിയേഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് മസ്റ്റ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്രിസിയേഷൻ, എനി ഓഫ് ദി പോയംസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഡെത്ത് ദ ലെവലറുമായിട്ട് കമ്പൈൻ ചെയ്ത് പോകുന്ന ഒരു തീമാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ പാരഗ്രാഫിൽ യു ഹാവ് ടു മെൻഷൻ ദി ടൈറ്റിൽ, ഓഥർ ആൻഡ് ദ മേജർ തീം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഓരോ ലൈൻസും സ്റ്റാൻഡ്സ് വൈസ് അല്ലെങ്കിൽ ഓരോരോ ലൈൻസും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു പോകും. ആദ്യത്തെ തന്നെ നോക്കിയേ, ഡെത്ത് ഇസ് ഫോർ എവർ. ഒബ്വിയസ്ലി ഡെത്ത് ആണ് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ഉറപ്പായിട്ട് നടക്കുമെന്ന് പറയാൻ പറ്റുമെങ്കിൽ അത് ദാറ്റ് ഇസ് ഓൺലി ഡെത്ത്. സോ ഡോണ്ട് ഫ്ലേർട്ട് വിത്ത് സൂയിസൈഡ്. ഇന്നത്തെ കാലത്തുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ കുട്ടികൾക്കല്ല, ഇപ്പോഴത്തെ ആൾക്കാർക്ക് പറ്റുന്നൊരു മെസ്സേജാണ്, ഡോണ്ട് ഫ്ലേർട്ട് വിത്ത് സൂയിസൈഡ്. ഒരിക്കലും സൂയിസൈഡ് എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക്, അല്ലെങ്കിൽ ആ സൂയിസൈഡ്, എനിക്ക് സൂയിസൈഡ് ചെയ്യണം. ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾ പോലും പറയുന്നത്, എന്നോട് ഇത് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഐ വിൽ കമിറ്റ് സൂയിസൈഡ്. കഴിഞ്ഞ ദിവസം വി ആർ ഹാവിങ് LKG പഠിക്കുന്ന ഒരു കുട്ടി, ഹി ജസ്റ്റ് കമ്മിറ്റഡ് സൂയിസൈഡ്. എന്താ ഫോൺ കളിക്കേണ്ടെന്ന് കണ്ട് പറയുന്നത്. ഹാവ് യു സീൻ ദറ്റ് ന്യൂസ്? ആ ഒരു ന്യൂസ് കണ്ടിരുന്നു. അതായത് പാരൻസ് ഫോൺ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ദിസ് LKG സ്റ്റുഡൻ്റ് ആണെന്ന് ഓർക്കണം. LKG അങ്ങോട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഇറ്റ് ഈസ് കമ്മിറ്റഡ് സൂയിസൈഡ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ LKG വി വോണ്ട് ബി ഏബിൾ ടു തിങ്ക് അബൌട്ട് എനി ഓഫ് മര്യാദയ്ക്ക് നടക്കാൻ അറിയത്തില്ലാത്ത കുട്ടികളാണ്. ബട്ട് ദേ ആർ സ്റ്റിൽ ഏബിൾ ടു ഡു ദാറ്റ്. ഓക്കെ, സോ ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ദെൻ ഡെത്ത് ഇസ് പെയിൻഫുൾ, സ്റ്റേ അവേ ഫ്രം ദി നൈവ്സ്. ഡെത്ത് ഇസ് നോട്ട് ഫോർ ലവേഴ്സ്. ഡെത്ത് എന്ന് പറയുന്നത് പെയിൻഫുൾ ആണ്. ഫോർ ഹും? മരിക്കുമ്പോൾ നമുക്കൊരു മരണവേദന ഉണ്ടാവും. ആൻഡ് ദാറ്റ് ടു ഇസ് പെയിൻഫുൾ ഫോർ അതേഴ്സ്, ഫോർ ദോസ് ഹു ലവ് ദ ഡെഡ് വൺ. മരിക്കുന്നവർക്ക് ആ ടൈമിലുള്ളൊരു വേദന ഉണ്ടാവും. ബട്ട് മരണപ്പെട്ട് കഴിയുന്നവരുടെ പ്രിയപ്പെട്ടവർക്ക് ദാറ്റ് ഇസ് വെരി പെയിൻഫുൾ. സോ ഡോണ്ട് സ്റ്റേ അവേ ഫ്രം നൈവ്സ്. അതായത് സൂയിസൈഡ് എന്നുള്ള ആ ഒരു അറ്റംപ്റ്റിൽ നിന്നൊക്കെ കുറച്ച് മുന്നോട്ട് മാറി നിൽക്കുക. സോ ഡോണ്ട് ലൈ, ഡെത്ത് ഇസ് നോട്ട് ഫോർ മീ, സോ ഡോണ്ട് ഈവൻ ട്രൈ. അപ്പോൾ ഒരിക്കലും പറയരുത്, മരണം അതെൻ്റെ അടുത്തേക്കൊന്നും വരില്ല, അത് അവർക്കുള്ളതാ, ഇറ്റ് വോണ്ട് ഹാപ്പൻ. ആൻഡ് സോ ഡോണ്ട് ഈവൻ ട്രൈ, ഡെത്ത് ഇസ് ക്ലെവർ. അപ്പോൾ ഒരിക്കലും അങ്ങനെ മരണത്തിൽ നിന്ന് അങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് മാറാമെന്നൊന്നും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഇസ് വെരി ക്ലെവർ. സോ ബി കെയർഫുൾ, ഡെത്ത് ഇസ് നെവർ ഫൺ. സോ എപ്പോഴും സൂക്ഷിച്ചിരുന്നോളാം. യു ഹാവ് ടു ബി വെരി ഡീപ്ഫുൾ. അതായത് യു ഹാവ് ടു ബി വെരി കേർട്ടിയസ്, അല്ലെങ്കിൽ നല്ല രീതിക്ക് തന്നെ നിങ്ങൾ ജീവിക്കണം. ഡെത്ത് ഇസ് നെവർ എ ഫൺ. ഒരിക്കലും കുട്ടി കളിക്കാനുള്ള ഒരു സാധനമല്ല അത്. സോ സ്റ്റേ അവേ ഫ്രം സ്ട്രേഞ്ചേഴ്സ്. ഡെത്ത് ഇസ് നെവർ പ്ലീസിങ്. ഓക്കെ, പല കാരണങ്ങളാൽ യു ഹാവ് ടു സ്റ്റേ അവേ ഫ്രം സ്ട്രേഞ്ചേഴ്സ് because anyone can bring you death. And so don't get caught up in the hype. Death is never fair. പലപ്പോഴും ഹൈപ്പുകൾ വരാറുണ്ട്, അല്ലെങ്കിൽ ചിലർ എന്താണ് മരണമോ എന്താ എന്നുള്ള ഫീലിലൊക്കെ പോകാറുണ്ട്. ബട്ട് ഡോണ്ട് ജസ്റ്റ് ഗോ ഫോർ ദറ്റ് ഹൈപ്പ്. സോ മരണം എന്ന് പറയുന്നത് എപ്പോഴും ഫെയർ ആയിട്ടായിരിക്കില്ല ഉണ്ടാവുക. അത് ചിലപ്പം ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചിട്ട് ഒരുപാട് വർഷങ്ങൾ വരെ കാത്തിരുന്ന, ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷം ഒരു കപ്പിളിന് ദേ ആർ ഗെറ്റിംഗ് എ ചൈൽഡ്. ഒരു വയസ്സാവുന്നതിന് മുന്നേ ആ കുട്ടി മരിച്ചു പോവാം. ഇസ് ഇറ്റ് എ ഫെയർ തിങ്? അപ്പോൾ ഡെത്ത് ഫെയർ ആണെന്ന് പറയാൻ പറ്റുമോ? നോ, നെവർ. ആൻഡ് ദെൻ സോ ഗെറ്റ് യൂസ് ടു ഇറ്റ്. അപ്പം മരണം സംഭവിച്ചു എന്ന് വിചാരിച്ചു വി കാൻ ജസ്റ്റ് ഗിവ് അപ്പ്. എത്ര പ്രിയപ്പെട്ടവർ മരിച്ചാലും വി ഹാവ് ടു ലിവ് ഓൺ, വി ഹാവ് ടു മൂവ് ഓൺ. സോ ഡെത്ത് ഈസ് ഓൾവേസ് ഒക്കറിങ്, സോ ഡോണ്ട് ഇഗ്നോർ ഇറ്റ്. എങ്ങനെയാണെങ്കിലും സംഭവിക്കാനുള്ളതാണ്. വി കാൻറ്റ് ഇഗ്നോർ ഇറ്റ്. ഡെത്ത് ഇസ് നെവർ വാട്ട് യു എക്സ്പെക്ട്. നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ഡെത്ത് വരാം. സോറി, ബട്ട് ഇറ്റ് ഹാസ് ടു ഹാപ്പൻ എന്ന് വിചാരിച്ച് വി കാൻ ജസ്റ്റ് അവോയ്ഡ് ദം. ഇറ്റ് ഹാസ് ടു ഹാപ്പൻ. ഡെത്ത് ഇസ് നോട്ട് ഫോർ യു. പ്ലീസ് ഡോണ്ട് ഗിവ് അപ്പ്. എന്താണേലും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. യു ഹാവ് ടു ഗോ ഫോർ ഇറ്റ്. ഡെത്ത് ഇസ് ഫോർ എവർ. ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. ഡെത്ത് തീർച്ചയായും നടക്കേണ്ട ഒന്ന് തന്നെയാണ്, അതൊരിക്കലും മറക്കരുത്. സോ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഡൂയിങ് ഗുഡ് തിങ്സ് വെൻ യു ആർ സ്റ്റേയിങ് അലൈവ്. ഓക്കെ, അപ്പോൾ സച്ച് എ നൈസ് പോയം. ഇപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ തന്നെ വായിക്കുമ്പോഴേക്കും ഐ എം നോട്ട് ഷുവർ ദാറ്റ് ഈ പറഞ്ഞത് തന്നെയല്ല, ഇതിന് കുറേ ഇന്നർ മീനിങ്സ് ഉണ്ടാവും. ബട്ട് വാട്ട് യു ക്യാൻ ഡു ഇസ്, ഈ ഒരു പോയത്തിനെ നമ്മുടെ ഡെത്ത് ദ ലെവലർ പോയവുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് രണ്ട് കാര്യങ്ങളൂടെ പ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ അപ്രീസിയേഷൻ അടിപൊളിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞു, നിങ്ങൾക്ക് തരുന്ന ഒരു പോയം നമ്മൾ പഠിക്കുന്ന ഏതൊരു പോയവുമായിട്ട് ഒന്ന് റിലേറ്റഡ് ചെയ്ത് പോകാവുന്ന ടൈപ്പ് സാധനങ്ങളായിരിക്കും നിങ്ങൾക്ക് പ്രൈസ് ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും മൈൻഡിൽ വെക്കുക. രണ്ട് സാധനങ്ങളൂടെ കമ്പൈൻ ചെയ്ത് വേണം പോകാൻ. ഇനി പോയറ്റിക് ഡിവൈസസ് എന്തെങ്കിലും ഉണ്ട്, അതല്ല എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ അബൌട്ട് ദ പോയം ദാറ്റ് യു സ്ട്രൈക്സ്. ഇനി അതുമല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ പേഴ്സണൽ ഒപ്പീനിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ പ്ലേസ് ഇറ്റ് വിത്ത് ദിസ് പെർട്ടിക്കുലർ തിങ്.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും, ഐ മീൻ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ഒപ്പീനിയൻസ്. എന്താണ് നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ തിങ്? ഡെത്ത് ലെവലർ നമ്മൾ പഠിച്ചു, എങ്ങനെയാണ്, ഹൗ ക്യാൻ ഇറ്റ് ബി കമ്പയർഡ് വിത്ത് അതർ പോയം? ആ സാധനങ്ങൾ രണ്ടൊരു കമ്പാരിസൺ വെച്ചിട്ട് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. ഞങ്ങൾ ഇന്നൊരു പോയം പഠിച്ചിട്ടുണ്ട്, അതിൽ ഇന്നതാണ് ഡെത്തിനെ പറ്റി പറയുന്നത്. ഡെത്തിനെ പറ്റിയിട്ട് എപ്പോഴും ഒരു ഫേമസ് കോട്ടുണ്ട്, ഇറ്റ്സ് ഇൻ മലയാളം. മലയാളത്തിൽ പറയാറുണ്ട്, മരണം ഒരു രംഗബോധമില്ലാത്ത കോമാളിയാണ്. ശരിയല്ലേ? എപ്പോഴാ കയറി കോമാളികളാണ്, ദേ ക്യാൻ ജസ്റ്റ് കം ആൻഡ് ഗോ വെനെവർ ദേ ലൈക്ക് ഇൻ ടു ദി സ്റ്റേജ്. എപ്പം വന്ന് കയറി ഇറങ്ങിപ്പോയാലും പ്രത്യേകിച്ച് വലിയൊരു ഇതൊന്നുമില്ല, ബിക്കോസ് അവർ കോമാളികളാണ്, അവരെ അത്രയ്ക്കേ ആൾക്കാർ വിലയിലെടുക്കുള്ളൂ. സോ ഡെത്ത് ഇസ് ഓൾസോ ലൈക്ക് ദാറ്റ്. എപ്പോഴാണോ വരണ്ടാത്ത, അല്ലെങ്കിൽ തോന്നുന്ന സമയത്ത് വന്ന് തോന്നുന്ന സമയത്ത് പോകുന്ന ഒരാളാണ് ഡെത്ത് എന്നാ പറയാം. ഇറ്റ്സ് ലൈക്ക് എ കോട്ട്. ശരിക്കും വളരെ ലൈക്കബിൾ, അല്ലെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ടാണ്. ഡെത്ത് ഇസ് ലൈക്ക് ദാറ്റ്. സോ അങ്ങനെ പല പല കോഡ്സ് വെച്ചിട്ട്, ഇത് മാത്രമല്ലാണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് മറ്റെന്തെങ്കിലും പോയിംസോ അല്ലെങ്കിൽ കോഡ്സോ ഒക്കെ അവൈലബിൾ ആവാം. ആ ഒരു കോഡ്സൊക്കെ നമുക്കറിയാം, ഇന്നത് വെച്ചിട്ടാണ് ഈ ഒരു പോയം വരിക. ഡെത്ത് ദ ലെവലർ ഇസ് ദർ, നമ്മുടെ നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിംസ് ഉണ്ട്. അപ്പോൾ അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്ന കുറച്ച് കോഡ്സൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല സ്ഥലങ്ങളിലെടുത്ത് വെറുതെ അതങ്ങോട്ട് ചാമ്പാം. അപ്പോൾ ദി അതേഴ്സ് ഫീൽ ലൈക്ക് ദേ ആർ ഗെറ്റിംഗ് ഇംപ്രസ്. ഈ കുട്ടി കുഴപ്പമില്ലല്ലോ, നല്ല ലാംഗ്വേജ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണെന്നുള്ളൊരു, ഈവൻ ഇഫ് യു ആർ നോട്ട് സച്ച് എ പേഴ്സൺ ലൈക്ക് ദാറ്റ്, യു ക്യാൻ ക്രിയേറ്റ് സച്ച് എൻ ഇംപ്രഷൻ ഓൺ ദ ഇവാലുവേറ്റേഴ്സ്. സോ ദാറ്റ് ക്യാൻ ഹാവ് എ പോസിറ്റീവ് ഇമ്പാക്ട് ഓൺ യുവർ പേപ്പർ. മാർക്സിൽ അത് ചിലപ്പോൾ ഒരു ഹൈക്ക് ഉണ്ടാക്കി തന്നേക്കാം. ഓക്കെ, അപ്പം അങ്ങനത്തെ കുട്ടി കുട്ടി ടിപ്സിനൊക്കെ പോവുക. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കമ്പാരിസൺസ് വെച്ച് നിങ്ങളുടെ പോയിംസും സംഭവങ്ങളൊക്കെ മേക്ക് ചെയ്യുക. സോ ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് അറ്റ് ദി എൻഡ് ഓഫ് ആർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. നമ്മളപ്പോൾ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തു. ഇതിൽ നിന്നൊക്കെ ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് എൻ ഐഡിയ എന്തൊക്കെയാണ് പോസിബിൾ. ലെറ്റേഴ്സ് ഉറപ്പാണ്, ഇറ്റ്സ് എ വെരി ഷുവർ വൺ. നമ്മൾ 2 എണ്ണത്തിലും ഫോമൽ ലെറ്റേഴ്സ് കണ്ടു. ട്രാവൽ എസ്സേസ് ആർ പോസിബിൾ, ലൈവ് TV റിപ്പോർട്ട്സ്, നറേഷൻസ്, കോൺവെർസേഷൻ. പിന്നെ നമുക്ക് നിർബന്ധമായിട്ടുള്ളത് എഡിറ്റിംഗ്. ഗ്രാമർ പാർട്ടിൽ എഡിറ്റിംഗ് ഉണ്ടാവാറുണ്ട്. സി വെദർ ദ പാസേജസ് ഇൻ പാസ്റ്റ് ഓർ പ്രസന്റ്, അതിന് വെച്ചിട്ട് വേണം നിങ്ങൾ ബാക്കി എഡിറ്റിംഗ് പോകാൻ. റിപ്പോർട്ടഡ് സ്പീച്ച് ക്യാൻ ബി ദ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഓൾറെഡി അതിന് പറയേണ്ട ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ട്. പ്രസൻറ്റിലാണെങ്കിൽ പാസ്റ്റിലേക്ക് പോകും, പാസ്റ്റിലുള്ളതാണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ബാക്കിയുള്ളതാണെങ്കിൽ ദർ വോണ്ട് ബി എനി ചേഞ്ച്. വില്ല് വുഡ് ആവും, ക്യാൻ കുഡ് ആവും, ഷാൽ ഷുഡ് ആവും. ഓക്കെ, അതാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത്. ദെൻ നെക്സ്റ്റ് കംസ് ഇഫ് ക്ലോസ്, മെയിൻ 3 ഇഫ് ക്ലോസസ്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ദെൻ നമ്മുടെ പാസേജ്, ഈവൻ ഇഫ് യു ആർ ഹാവിംഗ് ട്രബിൾ വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ദ മീനിങ് ഓഫ് പാസേജ്, അവിടെ എന്ത് ശ്രദ്ധിക്കണം? എന്താ ശ്രദ്ധിക്കാനുള്ളത്? അണ്ടർസ്റ്റാൻഡ് ഫ്രം ദി കോണ്ടെക്സ്റ്റ്. നിങ്ങളുടെ കോണ്ടെക്സ്റ്റ് എന്താണ്? ചിലപ്പം 1-2 വേർഡ്സ് കിട്ടിയില്ല, അല്ലെങ്കിൽ വാക്കുകൾ കിട്ടിയില്ല എന്നൊക്കെ വരും. ബട്ട് ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. അതിൻ്റെ കോണ്ടെക്സ്റ്റ്, അതായത് അവിടെ ഇപ്പോൾ ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ സാധനത്തിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ യു ഹാവ് ടു മേക്ക് ഇറ്റ് ഇൻ ടു എ വെരി ഗുഡ് വൺ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എക്സാംസ് ഒക്കെ 2 പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആർ യു ഹാവിങ് എനി ഓഫ് ദി ഡൗട്ട്സ്? ആർ യു ബീങ് ക്ലിയർ വിത്ത് ദി ഫോമാറ്റ്സ്? Hello dears, are you being clear with the formats of all these things? ഈ ഫോമാറ്റ്സ് ഒക്കെ ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇസ് ഇറ്റ് ഓക്കെ? ഇത് ഓക്കെ ആയിട്ടുണ്ടോ? നമ്മുടെ ലൈവ് TV റിപ്പോർട്ട് എങ്ങനെ പോവും, ലെറ്റർ എങ്ങനെ പോവും, ദെൻ അതർ നറേഷൻസ്, റൈറ്റപ്പ് എഴുതുമ്പോൾ എപ്പോഴും ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോളൂ. റൈറ്റപ്പ് ആണെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് റൈറ്റപ്പ്, ഇറ്റ് ഷുഡ് ഹാവ് എൻ ഇവാലുവേറ്റീവ് പോയിന്റ് ഓഫ്. നറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് എ സ്റ്റോറി ടെല്ലിംഗ്. സ്റ്റോറീനെ പറ്റി അവരുടെ ക്യാരക്ടേഴ്സ്, സെറ്റിങ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ നറേഷനിൽ കൂടുതലായിട്ടും വരാം. പല പല പെർസ്പെക്റ്റീവ് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളായിരിക്കും പറയാം, ചിലപ്പോൾ മൂന്നാമതൊരാളുടെ പെർസ്പെക്റ്റീവിൽ നിന്നായിരിക്കും. അങ്ങനെയായിരിക്കും നറേഷൻ വരും. ബട്ട് വെൻ ഇറ്റ് കംസ് ടു റൈറ്റ് അപ്പ്, ഇറ്റ് ഹാവ് എൻ അനലിസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഇവാലുവേറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ ആണ് അതിൽ വരിക. ഇഫ് യു ആർ ഹാവിങ് സച്ച് എ റൈറ്റ് അപ്പ്, ഒരു ഇവാലുവേറ്റിംഗ്, ഇങ്ങനെയാണ് അതിനൊരു ഇവാലുവേഷൻ പോയിന്റ് ഓഫ് വ്യൂലാണ് അതിനെ മെയിനായിട്ട് വരുന്ന പോയിന്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിക്കായിരിക്കും നിങ്ങളുടെ പോയിന്റ്സ് പ്ലേസ് ചെയ്യേണ്ടത്. Okay, so that is all about that you have to note about when you are writing a write-up. Write-up il ningal evaluation point of view kodukka. It should have a title also. Intro, conclusion idokke eppozhum appropriate aanu. Essays ezhudumbodum ee parnal thana title appropriate aanu. Profiles ine title kodukkan marakkarudhu. So that is all about that we can also see. Hope it is also clear. അപ്പോൾ നമ്മുടെ എക്സാംസിന് വളരെ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ എക്സാംസ് ഒക്കെ അടിപൊളിയാവട്ടെ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വിൽ ബി ഹാവിംഗ് ലോട്ട് ഓഫ് അതർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. നമ്മൾ ചാപ്റ്റർ സമ്മറീസ് ഒക്കെ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. സോ ഡു റെഫർ ടു ഓൾ ഓഫ് ദീസ് തിങ്സ്, ചാപ്റ്റർ സമ്മറീസ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. എങ്ങനെയൊക്കെയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഗ്രാമർ ഡിസ്കസ് ചെയ്തത്? എങ്ങനെയാണ് നമ്മൾ നേരത്തെ ഗ്രാമർ ഡിസ്കസ് ചെയ്തപ്പോൾ വി ഹാവ് ജസ്റ്റ് സെഡ്
എന്തൊക്കെ വേണ്ട എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പം നമുക്ക് വാസും വേറും ഈസും ആറും തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ആദ്യം ചെയ്തത് റൈറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യല്ല. വി ആർ നോട്ട് സെലക്ടിങ് റൈറ്റ് ഓപ്ഷൻ ഫസ്റ്റ് യു ജസ്റ്റ് കട്ട് ഇറ്റ് ഔട്ട് വിച്ച് വൺ ഇസ് ദി റോങ് വൺ ആയിട്ടുള്ളതിനെ കട്ട് ഇറ്റ് ഔട്ട് ചെയ്യുക. ദെൻ പിന്നെ നമുക്ക് ബാക്കി 2 ഓപ്ഷനേ വരുന്നുള്ളൂ. അതിൽ നിന്ന് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ വരുന്നത്. സിംഗുലർ ആണെങ്കിൽ വിൽ ഗോ ഫോർ ഈസ്, എസ് ഫോമിൽ വരുന്നത് വരും. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് എ പ്ലൂറൽ വൺ വിൽ ഗോ ഫോർ ദി അതർ വൺ, ആർ അല്ലെങ്കിൽ വേറ് പോകും. അപ്പം അങ്ങനത്തെ ഷോർട്ട് കട്ട്സ്, അങ്ങനെ പെട്ടെന്ന് സാധനങ്ങൾ ചെയ്യാൻ. അല്ലാണ്ട് ഒരു പക്ഷേ യു വിൽ ബി സ്പെൻഡിങ് ലോഡ് ഓഫ് ടൈം ഓൺ എഡിറ്റിംഗ് ആസ് വെൽ ആസ് ദീസ് ഗ്രാമർ പാർട്ട്. സോ ഡോണ്ട് ഗോ ഫോർ സച്ച് തിങ്സ്. അതല്ലാണ്ട് ഇത് ഈ പറഞ്ഞ പോലെ കട്ട് ഔട്ട് ചെയ്ത് ആവശ്യമില്ലാത്തത് അവോയ്ഡ് ചെയ്ത് ബാക്കിയുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. Okay, so that is all about our 2 question papers. Hope this will be useful for you. അപ്പം എക്സാംസിന് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ക്വസ്റ്റ്യൻസും ഈ ഒരു വീഡിയോയും ഒക്കെ റെഫർ ചെയ്തിട്ട് ഉഷാറായിട്ട് നിങ്ങളുടെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുക. So we'll see you in another video. Bye bye.